ഓരോ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ തനിയെ തനിയെ അവരവര് തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത്. അതുകൊണ്ട് എന്തു വേണം? ഇത്തരത്തിലുള്ള തെറ്റായ ധാരണകളായിട്ടൊക്കെ നടക്കുന്ന ആളുകളുണ്ട്. അവരുടെ വിശ്വാസം എന്താണ്? അവർക്ക് അള്ളാനോട് വിളിച്ചാൽ, അള്ളാനെ വിളിച്ചാലും മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാലും ഒരുപോലെ എന്നാണ് അവർ വിശ്വസിച്ചത്. കാരണം അള്ളയും ശൈഖും രണ്ടല്ല, അള്ളയും ശൈഖും ഒന്നാണ്. കാരണം ശൈഖ് ഇങ്ങനെ വളർന്ന് 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 വലുതായിട്ടുണ്ട്. വളർന്ന് വളർന്ന് വലുതായി കഴിഞ്ഞാൽ മഹാത്മാക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. അതേ മഹാത്മാക്കളരാ അവരെപ്പറ്റി ഉപമിച്ചുകൊണ്ട് ഈ ത്വരീഖത്തുകാർ പ്രചരിപ്പിക്കുന്നു ഒരു ഉപ്പിൻ കഷ്ണം, ഒരു ഉപ്പിന്റെ കട്ട. ഉപ്പിന്റെ കട്ട ഏതാ? വലിയാകുന്ന ഉപ്പിൻ കട്ട. അതേ പടച്ചറപ്പാകുന്ന സമുദ്രത്തെ അറിയാൻ വേണ്ടി അതിലേക്ക് ഊളിയിട്ടിറങ്ങി. ഔലിയാക്കന്മാരെ അല്ലാഹുവിനെ മനസ്സിലാക്കിയ ആരിഫീങ്ങളാണ് പോലും. അപ്പൊ ആരിഫീങ്ങളായത് എങ്ങനെയാണ്? അവരല്ലാഹുവിനെ പഠിക്കാൻ ഉപ്പും കട്ടകളാവുന്ന ഔലിയാക്കൾ സമുദ്രമാകുന്ന റബ്ബിലേക്ക് ഇറങ്ങി. അങ്ങനെ സമുദ്രത്തിലേക്ക് ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഉപ്പിൻകട്ട പിന്നെ അലിഞ്ഞില്ലാതെയായി, അത് സമുദ്രത്തിന്റെ ഭാഗമായി. ഇതുവരെ ഉപ്പിൻകട്ട വേറെ, സമുദ്രജലം വേറെ. കുറച്ചങ്ങോട്ട് ഊളിയിട്ട് അതേ പ്രത്യേകമായ ചില തട്ടുകളിലേക്ക് എത്തിത്തീരുമ്പോഴേക്ക് അതേ കടലും ഉപ്പുകട്ടയും പിന്നെ രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെ. പിന്നെ സുബ്ഹാനല്ലാഹ്, ആ ദിക്റിന് പിന്നെ പ്രസക്തിയില്ല. സുബ്ഹാനി സുബ്ഹാനി, ഞാനെത്ര പരിശുദ്ധനാണെന്ന് ഞാൻ ദിക്ർ ചൊല്ലിയാ തന്നെ സുബ്ഹാനല്ലാഹയുടെ ഫലമായി. കാരണം ഞാനും അള്ളയും രണ്ടല്ല, ഒന്നാണ്. കാണുന്നത് മുഴുവൻ അള്ളയാണ്, കേൾക്കുന്നത് മുഴുവൻ അള്ളയാണ്. അതുകൊണ്ടല്ലേ അമ്പൻ കുന്നിലെ വീരാൻ ഔലിയ പാപ്പ എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്തു? അയാൾക്ക് കണ്ടതൊക്കെ അള്ളയായിട്ട് തോന്നി. അതുകൊണ്ട് അയാൾക്ക് തോന്നി കണ്ണും അല്ല, ചെവിയും അല്ല, നാക്കും അല്ല, കൈകാലുകൾ അല്ല, ബാപ്പയും മകനും അല്ല. അതുകൊണ്ട് അയാൾ ദിക്ർ ചൊല്ലി ലാ കണ്ണയില്ലല്ലാ, ലാ മൂക്കയില്ലല്ലാ, ലാ നാക്കയില്ലല്ലാ, ലാ കാലയില്ലല്ലാ, ലാ കയ്യയില്ലല്ലാ, ലാ പുത്രനില്ലല്ലാ, ലാ ബാപ്പയില്ലല്ലാ. വെറുതെ തമാശ പറയുകയാണോ? ഒരു മുരീദ് അമ്പംകുന്നിലെ വീരാൻ ഔലിയപ്പാപ്പയെ സമീപിച്ചിട്ട് പറയുന്നു, കുരയാണ് ശൈഖേ രോഗം. കൊര എന്താ? കൊര അല്ലെങ്കിൽ ചുമ. ചുമയാണോ സുഖം? ചുമയാണോ? ഇതാ പിന്നെ ഉറങ്ങരുത് എന്നാ. ചുമക്കുന്നവന് ഉറങ്ങാതിരിക്കൂടി ചെയ്താൽ എന്താവും സ്ഥിതി? ഉറങ്ങാൻ പാടില്ല, ഉറങ്ങരുത്. പിന്നെ ഉറക്കൊഴിച്ചിട്ട് എന്താ ചെയ്യാ? ഉറക്കൊഴിച്ചിട്ട് ചൊല്ലണം ലാ കുരയില്ലല്ലാഹ്. എത്ര തവണയാ പാപ്പ ചൊല്ലേണ്ടത്? 2 ലക്ഷം. 2 ലക്ഷം തവണ ചൊല്ലാൻ മുരീദിന് ശൈഖ് നിർദ്ദേശിച്ചു കൊടുക്കുന്ന ദിക്ർ ലാ കുരയില്ലല്ലാഹ്. മുസ്ലിമേ, ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? എന്തിനാ എടപ്പാളിൽ പള്ളിയുണ്ടാക്കിയത്? എന്തിനാ ഇവിടെ ബാദ്ശാ ബാഖവിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇവിടെ ഖുത്ബ നിർവഹിക്കുന്നത്? എന്തിനാണ് ഈ പ്രയാസപ്പെട്ടുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് മുമ്പിൽ ഇത് പറയുന്നത്? ഇത് എഴുതിവിട്ട വ്യക്തി അതേ എടപ്പാളിന് അധികം ദൂരെയല്ലല്ലോ പന്താവൂർ എന്ന സ്വദേശം. ആ പന്താവൂർക്കാരനായ മുസ്ലിയാർ എഴുതിവിട്ടില്ലേ? ഈ സമൂഹം ഇന്നും അത് ഏറ്റുചൊല്ലുന്നില്ലേ? ലാ കണ്ണയില്ലല്ലാ, ലാ ഐനയില്ലല്ലാ എന്നൊന്നും പറഞ്ഞാൽ അതിനൊരു തകരാറുമില്ല. ശരിക്ക് മഹാന്മാരങ്ങനെയൊക്കെ ചൊല്ലുമ്പോ അതങ്ങനെ തന്നെയാണ് അതിന്റെ ഉദ്ദേശം. അവർക്ക് മനസ്സിലായ ഉദ്ദേശം നിങ്ങൾക്ക് തിരിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് ചില വലിയ മൗലാനമാരൊക്കെ അതിന് വ്യാഖ്യാനം കൊടുക്കുമ്പോൾ, ഇല്ല മുസ്ലിമേ, ഇത് നിങ്ങളെ നരകത്തിലെത്തിച്ചിട്ടേ അടങ്ങൂ. ദിക്റുകൾക്ക് ഞങ്ങളെതിരല്ല, ദുആ ഇറക്കുന്നതിനെതിരല്ല, സ്വലാത്തുകൾക്ക് ഞങ്ങളെതിരല്ല. പക്ഷേ ഏത് വിഷയത്തിലും നമ്മുടെ മാതൃകയും മോഡലും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങൾക്കുള്ള മാതൃക, ഏറ്റവും അത്യുത്തമമായ മാതൃക അല്ലാഹുവിന്റെ റസൂല് തന്നെ. അവിടുന്ന് ഇങ്ങനെ ഒരു ദിക്ർ ചൊല്ലിയോ? ചിന്തിക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും ചിന്തിക്കണം, നന്നായി ആലോചിക്കണം. ഇങ്ങനെ ഒരു ദിക്ർ ഞങ്ങളുടെ പേരിൽ നിങ്ങൾ കെട്ടിവെക്കുകയാണെന്ന് പറയണ്ട. അതേ, ഈ പുസ്തകം ഇന്നും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഈ പന്താവൂർക്കാരനാണ് എഴുതിയത്. അത് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, വിൽപ്പന നടത്തുന്നുണ്ട് പല ബുക്ക് സ്റ്റാളുകളിലും. അതിനെ ന്യായീകരിച്ചുകൊണ്ട് മൗലാന
പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഈ രൂപത്തിലതാ പടച്ച റബ്ബിനെ മനസ്സിലാക്കുന്നതിൽ അല്ലാഹനെ കുറിച്ച് വളരെ വികലമായ വിശ്വാസങ്ങൾ അങ്ങനെ വന്നെത്തിയപ്പോൾ പിന്നെ അടച്ച റബ്ബിനെ പോലെ കാണുന്നവരും കേൾക്കുന്നവരും അറിയുന്നവരും ഉണ്ടെന്ന് വന്നാൽ KSRTCയിൽ ആരെങ്കിലും പോകാനൊക്കുമോ? കാശ് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ബെൻസിൽ തന്നെ യാത്രയാകൂലേ? അതല്ലേ മനുഷ്യനോട് പഠിപ്പിച്ചു കൊടുത്തതും? അതുകൊണ്ട് തന്നെ മനുഷ്യരൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടായി? പിന്നെ അവർക്ക് മതം പ്രശ്നമല്ലല്ലോ, പിന്നെ അവർക്ക് ജാതി പ്രശ്നമല്ലല്ലോ, പിന്നെ അവർക്ക് പള്ളി എന്ന നോട്ടമില്ല, ക്ഷേത്രം എന്ന നോട്ടമില്ല, കനീസ എന്ന നോട്ടമില്ല. കാരണം ആശ്വാസം തേടിക്കൊണ്ട് എവിടെ ചെന്നാലും ഒരു വിശ്വാസം മാത്രം മനസ്സിൽ അങ്ങുറപ്പിച്ചാൽ മതി. എന്ത്? അല്ലാഹനെ പോലെയുള്ള ഒരാളല്ലെന്ന് കരുതിയാ മതി. അല്ല കൊടുക്കുന്ന കഴിവേയുള്ളൂ അമ്മയ്ക്ക്, അല്ല കൊടുക്കുന്ന കഴിവേയുള്ളൂ ബാബയ്ക്ക്, അല്ല കൊടുക്കുന്ന കഴിവേയുള്ളൂ വേളാങ്കണ്ണി മാതാവിന്. അതെ, ആ രൂപത്തിലങ്ങ് ചിന്തിച്ചപ്പോൾ പലരും ശബരിമലയിലേക്ക് മാലയിട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മാപ്പിളമാര് മാലയിട്ടു. അതെ, ശബരിമലയിൽ തീപിടുത്തമുണ്ടായപ്പോൾ മരണപ്പെട്ടവരില്ലതാ ഒരു മുസ്ലിമിന്റെ പേരും വന്നുപോയി. മുസ്ലിമേ, മനസ്സ് വേദനിക്കണ്ടേ? ഈ സമുദായത്തിന്റെ ഗതിയോർത്ത് വേദനിക്കാത്ത മനസ്സാണെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മെ പോലെയുള്ളവർ മനുഷ്യനല്ലേ? അതെ, ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിപ്പോയി? അതെ, ഏതു മതവിഭാഗക്കാരനും അവന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുസരിച്ചുകൊണ്ട് വിശ്വസിക്കാനും പ്രവർത്തിക്കാനും ആചരിക്കാനും സ്വാതന്ത്ര്യമുള്ള മണ്ണാണ് ഇന്ത്യ രാജ്യം. ഇവിടെ ഓരോരുത്തരും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചോട്ടെ. പക്ഷേ മുസ്ലിമിനോട് സൗഹാർദ്ദത്തിന്റെ പേരും പറഞ്ഞിട്ട് അങ്ങോട്ട് തെളിക്കണ്ട. ഈ ഉമ്മത്തിന്റെ കഥന എത്രത്തോളം എത്തിയെന്ന് എന്റെ മുസ്ലിമീങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതേ അടുത്ത കാലത്ത് തിരുവനന്തപുരം ഭീമാപള്ളിയിൽ നിന്നിറങ്ങിയ ഒരു നോട്ടീസ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. തലസ്ഥാന നഗരിയിലെ മുസ്ലിമിന്റെ വിശ്വാസമെന്ത്? നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തുള്ള മുസ്ലിമീങ്ങളെന്ന് പറയുന്നവരുടെ സ്ഥിതി എന്താണെന്ന് ഈ എടപ്പാളിലും പരിസരത്തുമുള്ള മുസ്ലിം ഉമ്മമാരും സഹോദരന്മാരും ഒന്ന് ചിന്തിച്ചോ? എന്നിട്ട് ആലോചിക്ക്. ഇന്ന് രാത്രി പോയി തുറങ്ങാൻ കിടക്കുമ്പോൾ ചിന്തിക്ക്, പടച്ച റബ്ബേ, എന്റെ കണ്ണെത്തുന്ന കാതെത്തുന്ന എന്റെ അറിവിൽപ്പെട്ട മുസ്ലിമീങ്ങളിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ അവരെ അത് പറഞ്ഞു തിരുത്താൻ വേണ്ട രൂപത്തിലുള്ള പ്രവൃത്തികളിൽ ഞാനും ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ എന്റെ ഗതി എന്താകും? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തും സഹാബിമാര് കച്ചവടക്കാരുണ്ടായില്ലേ, കൃഷിക്കാരുണ്ടായില്ലേ, തിരക്കുള്ളവരുണ്ടായിരുന്നില്ലേ? എന്നിട്ട് അവരൊക്കെ ഇസ്ലാമിന്റെ പ്രബോധന മാർഗത്തിൽ ആ പേരും പറഞ്ഞ് ബിസിയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്നുവോ? കച്ചവടം മാത്രം നോക്കിയവരാണ് സഹാബിമാരെങ്കിൽ ഇന്ന് ഇസ്ലാം നമ്മുടെ കയ്യിലെത്തുമോ? പ്രിയപ്പെട്ടവരെ, അവരൊക്കെ രക്തം നൽകി, അവരൊക്കെ ജീവൻ നൽകി, അവരൊക്കെ ധനം നൽകിയിട്ടല്ലേ ഇന്ന് സുഖമായി മുസ്ലിമെ നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയുന്നത്? ആ നന്ദി നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ വരും തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കണം. ഇതെന്റെയും നിങ്ങളുടെയും മുഴുവൻ ബാധ്യതയാണ്. ഒരാളും ഇതിൽ നിന്നൊഴിവാണെന്ന് വിചാരിക്കരുത്. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? വല്ലസുർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. എല്ലാവർക്കും പരിചയമുള്ളതല്ലേ സഹോദരാ ഈ കൊച്ചു സൂറത്ത്? കാലഘട്ടത്തിന്റെ മുഴുവൻ സംഭവങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് പടച്ച റബ്ബ് പറയുന്നു, എല്ലാവരും നഷ്ടത്തിലാണ്. നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ള പറയുന്ന ഗുണം 4 എണ്ണമുണ്ട്. അത് എന്നിലും വേണം, നിങ്ങളിലും വേണം. ഏതെങ്കിലും ഒരു കൂട്ടരിൽ അത് വേണമെന്നും വേറെ ചില കൂട്ടരിൽ 2 എണ്ണം മതി എന്നല്ല പറഞ്ഞിട്ടില്ല. ശരിക്കെന്റെ ഈ ശ്രോതാക്കൾ ചിന്തിക്കണം, ഞാനേത് വിഭാഗത്തിലാ പെടുന്നതെന്ന് ആലോചിക്കണം. അതേ, രക്ഷ വേണോ മുസ്ലിമേ? സ്വർഗം വേണോ? പടച്ച റബ്ബിനോട് ദുആ ഇരക്കുമ്പോ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയല്ല പറഞ്ഞു തരുന്നത്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും വിനീതമായി എന്നോടെന്ന പോലെ ഉണർത്തുന്നു, രക്ഷ വേണോ? അള്ള പറയുന്ന ഒന്നാമത്തെ മാർഗം ഇല്ലല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ ഒഴികെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ഏതാ സത്യവിശ്വാസം?
നാട്ടുനടപ്പിലെ സത്യവിശ്വാസമെന്നല്ല, ഭൂരിപക്ഷത്തിന്റെ വിശ്വാസം എന്നുമല്ല. അള്ള പറഞ്ഞിട്ടുണ്ട്, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ, എന്നിൽ നിന്ന് കിട്ടുന്ന മാർഗദർശനത്തിൽ അടങ്ങിയ വിശ്വാസം അതനുസരിച്ചവർക്കൊഴികെ, വഅമിലു സ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്കും ഒഴികെ. അഥവാ അള്ളാഹിനെ കുറിച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, മലക്കുകളെ കുറിച്ച്, വേദഗ്രന്ഥങ്ങളെ കുറിച്ച്, പ്രവാചകന്മാരെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, ഖദറിനെ കുറിച്ച് ഒക്കെ വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിച്ച് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു, അങ്ങനെയായാ രക്ഷപ്പെടും എന്നല്ല പറഞ്ഞോ? പറഞ്ഞില്ല. അത് ഗൗരവത്തോടെ എന്റെ എല്ലാ ശ്രോതാക്കളും ചിന്തിക്കണം, ഞാനും 100 വട്ടം ആലോചിക്കണം. എന്താ പറഞ്ഞത്? നിസ്കരിച്ച് നോമ്പ് പിടിച്ച് നല്ലവനായി ജീവിച്ച് നല്ല വിശ്വാസിയായി ജീവിച്ചത് കൊണ്ട് രക്ഷ കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ ആ സൂറത്ത് അവിടെ വെച്ച് അവസാനിക്കേണ്ടിയിരുന്നു. എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കി. വല്ലസ്ർ എന്ന സൂറത്ത് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് അവിടെ അവസാനിച്ചിട്ടുണ്ടോ? എന്നാ നമുക്കൊക്കെ സമാധാനിക്കായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. കാരണം എന്റെ കാര്യം ഞാൻ നോക്കിയാലോ, ഞാൻ അന്ധവിശ്വാസിയല്ല, അനാചാരങ്ങൾ ചെയ്യുന്നില്ല, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഹജ്ജിന് പോകണം, ഉംറ ചെയ്യണം, സ്വതക്ക കൊടുക്കണം, എല്ലാം റെഡിയാ, വളരെ ക്ലിയറാണ്. എങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു. പക്ഷേ ഇനിയുമില്ലേ സൂറത്തിൽ 2 ബാക്കി. അതെന്താണ്? വതവാസൗ ബിൽ ഹഖ്, താൻ മനസ്സിലാക്കിയ ഹഖ്ഖതാ, തന്റെ മനസ്സിൽ വെച്ച് നടക്കാനുള്ളതല്ല, തനിക്ക് മാത്രം പ്രവർത്തിക്കാനുള്ളതുമല്ല. താൻ അറിഞ്ഞ യാഥാർത്ഥ്യം അറിയാത്ത ആയിരങ്ങളുണ്ട്. അവരിലേക്ക് നീ മനസ്സിലാക്കിയ ഹക്ക് നീ സ്നേഹബുദ്ധിയാ ഉപദേശിക്കണം. അവരെ രക്ഷപ്പെടൂ, അവര് മാത്രമേ രക്ഷപ്പെടൂ. അതേ, അതുകൊണ്ടും കാര്യമായില്ല. ആ രംഗത്ത് ഇറങ്ങി നോക്കുമ്പോൾ ആളുകളുടെ പരിഹാസം, ആളുകൾ കൂക്കി വിളിക്കുന്നു. ഇതുവരെ നാട്ടിൽ വലിയ പേരായിരുന്നു. ഇപ്പോ എടപ്പാട് മുജാഹിദ് പള്ളിയിൽ ജുമാഅത്ത് പോകൽ തുടങ്ങിയ പ്രശ്നമാണ്. ഇതുവരെ ചിരിച്ച മുഖങ്ങൾ വാടിപ്പോകും. ഇതുവരെ കല്യാണത്തിന് ക്ഷണിച്ചത് നിന്നുപോകും. ഇതുവരെ എല്ലാവരുടെയും ആളായി പഞ്ചായത്തിനും മധ്യസ്ഥതക്കുമൊക്കെ ഉണ്ടായിരുന്ന നാട്ടുകാരനവർ സ്ഥാനം നഷ്ടപ്പെടും. ഇങ്ങനെ പലരും നഷ്ടപ്പെടും. ചീത്തപ്പേരുണ്ടാകും. പുത്തൻവാദി എന്ന് വിളിക്കും, മാനസിക രോഗി എന്ന് വിളിക്കും, അതേ മുൻഗാമികളെ ചീത്ത പറയുന്നവൻ എന്ന് വിളിക്കും, അമ്പിയാ ഉലിയാക്കളെ തെറി വിളിക്കുന്നവൻ എന്ന് വിളിക്കും, ദുആയില്ലാത്തവൻ എന്ന് ആരോപിക്കും, സിക്റില്ലാത്തവൻ എന്ന് ആരോപിക്കും. അതേ, മരിച്ചു കഴിഞ്ഞാൽ ഉമ്മയ്ക്കോ ഉപ്പയ്ക്കോ വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഖബറിന്റെ അടുക്കൽ സിയാറത്ത് പോകാത്തവനെന്ന് അതേ ആക്ഷേപിക്കും. ഔലിയാക്കളെ തള്ളുന്നവനെന്ന് പറയും, കറാമത്ത് നിഷേധി എന്ന് പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കേവലം ഒരു സാധാരണക്കാരനാക്കുന്ന പച്ചപ്പരിഷ്കാരിയാണെന്ന് പറയും. അതേ, ഇതൊക്കെയും നുണകളല്ലേ? ഇതൊക്കെയും ആരോപണങ്ങളല്ലേ? ഇതൊക്കെ കേട്ടുകൊണ്ട് ഉറച്ചു നിൽക്കാൻ വതവാസൗ ബിസ്സബ്ർ, സഹിക്കാനും കഴിയണം, ക്ഷമിക്കാനും കഴിയണം. കാരണം ദഅവത്തിനിറങ്ങിയ ആരോടും മിണ്ടാതെ വീട്ടിൽ നിന്ന് നിസ്കരിക്കും പോലെ ആവില്ല. ഒരാളോടൊരു നല്ല കാര്യം പറയുമ്പോൾ, ഒരാളിൽ കാണുന്ന ഒരു ദുഷിച്ച കാര്യത്തിനെതിരെ സംസാരിക്കുമ്പോൾ അയാളിൽ നിന്ന് വെറുത്ത നോട്ടമുണ്ടാകും, വാക്കുകളുണ്ടാകും. പതറിപ്പോകരുത്. ഇന്ന് സാധാരണ ചില ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഉണ്ട്, കുട്ടികൾ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഇറങ്ങുകയാണെങ്കിൽ ആദ്യം ഉമ്മീപ്പിയും പറയും, മോനെ കുഴപ്പത്തിനും കച്ചറക്കൊന്നും പോകണ്ട, ഈ പള്ളിയിൽ പോകുകയാണെങ്കിൽ നിസ്കരിച്ച് തലതാഴ്ച ഇങ്ങോട്ട് പോന്നാ മതി, എവിടേക്കും പോകണ്ട, മുട്ടീസൊട്ടിക്കാനും പോകണ്ട, പ്രചരണത്തിനും പോകണ്ട, ഒന്നിനും പോകണ്ട, എന്നാ എന്റെ മോൻ നല്ല കുട്ടിയാ എന്ന് പറയുന്ന ഉമ്മ, എന്ന് പറയുന്ന ഉപ്പ. ഒരു ഉപ്പയതാ മകന് കൊടുത്ത ഉപദേശം ഖുർആൻ പറയുന്ന ഒരു അധ്യായത്തിൽ. അതേ ഉപ്പയാരാണ്? ലുഖ്മാൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ പിതാവാണ്. മോനോട് പറയുന്ന, മോനോട് പറയേണ്ടതിന്റെ തർത്തീബ് അനുസരിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ശിർക്ക് ചെയ്യരുത് മോനെ, ഏറ്റവും വലിയ ദുൽമ് അക്രമം ശിർക്കാണ്. അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാണ്, യാ ബുനയ്യ അഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക. മോനെ, നീ നമസ്കാരം നിലനിർത്തണം. നിസ്കാരം നിലനിർത്തിയാലും മാത്രം പോരെ മോനെ. വഅ്മുർ ബിൽ മഅറൂഫി, നീ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കണം. വൻഹാ അനിൽ മുൻകരി, വെറുക്കപ്പെട്ട കാര്യം കണ്ടാൽ എന്റെ മോൻ തടയണം. അത് പറഞ്ഞിട്ടുടനെ പറയുന്നു, നല്ല കാര്യത്തിന് കൽപ്പിക്കാനും ചീത്തയിൽ നിന്ന് ജനങ്ങളെ വിരോധിക്കാനും നടക്കുമ്പോൾ നല്ല പ്രതികരണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
അവരിൽ നിന്ന് മോശപ്പെട്ട പ്രതികരണമുണ്ടാകുമ്പോൾ വസ്ബിർ അലാ മാ അസാബക, നിന്റെ മോനെ നിനക്ക് ബാധിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും എന്റെ മോൻ നന്നായി ക്ഷമിക്കണേ. ഉപ്പ, എത്ര ഉപ്പമാരുണ്ട് ഈ സദസ്സിൽ? നമ്മൾ ഉപ്പമാരല്ലേ? നമ്മുടെ മക്കളോട് നമ്മൾ ഇതുവരെ ധൈര്യം കൊടുത്തുവോ? അതെ, ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ എത്രമാത്രമാണെന്നറിയാൻ നിങ്ങൾ ചിന്തിച്ചോ. തലസ്ഥാന നഗരിയെ ഭരിക്കുന്ന അതേ ഭീമാപ്പള്ളി എന്ന് പറയുന്ന ആ ഭീമാപ്പള്ളിയിലെ മുസ്ലിം ജമാഅത്തുകാരിറക്കിയ നോട്ടീസ്, എന്താ നോട്ടീസ് കേട്ടോ? 18/12/2010 ലേറ്റസ്റ്റ് അടുത്തിറങ്ങിയ നോട്ടീസാ. ഭീമാപ്പള്ളി തിരുവനന്തപുരം. അസ്സലാമു അലൈക്കും. കേട്ടോ, ഇനി ബഹുമാനമുള്ള ജമാഅത്ത് അംഗങ്ങളെ, ഈ മാസം 18 മുതൽ 27 വരെ പൂന്തുറ ശ്രീ ശാസ്താ ക്ഷേത്രത്തിൽ മണ്ഡല ചിറപ്പ് മഹോത്സവവും 19-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ചെറിയ തുറ ഇടവകയിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളും നടത്തുന്നതായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ജമാഅത്തിനെ അറിയിക്കുകയും ഈ ജമാഅത്തിലെ അംഗങ്ങളെ പ്രസ്തുത പരിപാടികളിൽ സജീവമായി സഹകരിക്കുന്നതിനും അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരഭ്യർത്ഥിച്ചോട്ടെ, അവർക്ക് ഇവരല്ല, അതിന് നമ്മൾ കുഴപ്പം പറയില്ല. ഒരു ക്ഷേത്ര കമ്മിറ്റി, ഒരു പള്ളി കമ്മിറ്റിയെ വേണമെങ്കിൽ വിളിക്കും, അവരത് വിളിച്ചോളും. ഒരു ചർച്ചിൽ നിന്ന് ക്ഷണം വന്നേക്കും. പക്ഷേ അവരുടെ അടുത്താണോ തകരാറ്? കാരണം അവർക്കത് അറിഞ്ഞുകൂടാ, അവരിത് മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ മനസ്സിലാക്കിയ മേലാളന്മാരെന്ന് പറയുന്നവർ എന്താ മറുപടി കേട്ടോ? ആയതിനാൽ മഹല്ല് കമ്മിറ്റി ഒപ്പുവെച്ച് പ്രസിഡന്റും സെക്രട്ടറിയും ഒപ്പുവെച്ചിറക്കിയ നോട്ടീസാണ്. ഓരോ മഹല്ല് അംഗങ്ങളോടും അറിയിക്കുകയാണ്. എന്താ അറിയിച്ചത്? ഇങ്ങനെ ക്ഷണിച്ചിട്ടുണ്ട്. ആയതിനാൽ ഭീമാപ്പള്ളി ജമാഅത്തിലെ മുഴുവൻ അംഗങ്ങളും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ്. മുഴുവൻ അംഗങ്ങൾക്കും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ് എന്നൊരു ഷർത്തുണ്ട്. എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ മോശം പെരുമാറ്റവും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ജമാഅത്ത് കമ്മിറ്റി അഭ്യർത്ഥിക്കുന്നു. അതിനുപരിയായി ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും എന്തെങ്കിലും മോശം നടപടി ഉണ്ടായാൽ അവർക്കെതിരെ ഉത്സവ നടത്തിപ്പ് കമ്മിറ്റി പോലീസുമായി ബന്ധപ്പെട്ട് തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി അറിയിച്ചുകൊള്ളുന്നു. പ്രസിഡന്റ് ഒപ്പ്, ജനറൽ സെക്രട്ടറി ഒപ്പ്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? പ്രിയ സഹോദര, മാനസികമായിട്ട് എത്രമാത്രം ദുഃഖമുണ്ടാക്കുന്ന വരികളായത്. ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു ഉത്സവത്തിൽ സജീവമായി സഹകരിക്കാനും പങ്കാളിയാവാനും. ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഇടവകയിൽ നിന്ന് അച്ഛൻ ക്ഷണിച്ചിരിക്കുന്നു വളരെ സ്നേഹത്തോടെ. അതേ, പള്ളി ഭാരവാഹികൾ നോട്ടീസ് ഇറക്കിയിട്ട് മഹല്ല് കമ്മിറ്റി എല്ലാവരോടും പറയുന്നു, എല്ലാവരും പോണം. പക്ഷേ പോയിട്ട് എന്തുണ്ടാക്കരുത്? കുഴപ്പമുണ്ടാക്കരുത്. ഇപ്പൊ രണ്ട് കാര്യം അവിടെ മനസ്സിലായി. എന്നും ഇവര് പോകാറുണ്ട്, കുഴപ്പമുണ്ടാക്കാറുണ്ട്. പോയിട്ട് എന്താ ചെയ്യുക? ഉത്സവത്തിന് പോയിട്ട് കുടിച്ചാടും, മാപ്പിളക്ക് തല്ലിട്ടും വർഗീയ കലാപം ഉണ്ടാവും. ക്രിസ്തുമസിന്റെ അവിടെ പോയിട്ട് കള്ളു കുടിച്ച് കൂത്താടും, അവിടെ അച്ഛന്മാരുമായിട്ട് ക്രിസ്ത്യാനികളുമായിട്ട് അടിപിടി ഉണ്ടാക്കും, വർഗീയ കലാപം ഉണ്ടാകും. ഇതുണ്ടാകരുതേ പ്രശ്നമുള്ളൂ. നിങ്ങൾ വർഗീയ കലാപത്തിനൊന്നും പോകണ്ട, സജീവമായിട്ട് എല്ലാവരും പൊയ്ക്കോളിൻ എന്ന് ഒരു മുസ്ലിം ജമാഅത്ത് പറയുമ്പോൾ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിലെ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഇങ്ങനെ നിർദ്ദേശിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര, ഇതൊരു തിരുവനന്തപുരത്തിന്റെ മാത്രം കഥയല്ല. സൗഹാർദ്ദമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് നേർച്ച കൊണ്ടുപോകുന്ന ഒരു മുസ്ലിയാരുടെ ചിത്രം പത്രത്തിൽ വന്നിരുന്നു. ഒരു സഖാഫി ഒരു ക്ഷേത്രത്തിലെ കലവറയിൽ പ്രതിഷ്ഠയുടെ മുമ്പിൽ നിറക്കാനുള്ള കലവറ ചാക്കുമായി, അതേ അരിയും ചാക്കുമായി ഒരു സഖാഫി പോകുന്ന കളർ ചിത്രം കേരളത്തിലെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേ, അങ്ങനെ പല രൂപത്തിലുള്ള സൗഹാർദ്ദങ്ങളും ഇന്ന് സമൂഹം അനുഷ്ഠിച്ചു വരുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, ഇതൊരിക്കലും സൗഹാർദ്ദമല്ല, ഇത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സംസ്കാരമല്ല. ഓരോരുത്തർക്കും അവരവരുടെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാം. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം. മതരംഗത്ത് അഡ്ജസ്റ്റ് ഒന്നുമില്ല, മനുഷ്യരെന്ന നിലക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. തൊട്ടടുത്ത സഹോദരൻ ഹിന്ദുവാണ്, ഈ മഴക്കാലത്ത് അവന്റെ വീട് ചോർമലിക്കുന്നുണ്ടോ? മുസ്ലിമേ, അത് കണ്ടു നിന്നുകൂടാ, സഹായിക്കണം. തൊട്ടടുത്തൊരു ക്രിസ്ത്യാനിയാണോ? അയാൾ രോഗിയാണോ? ഡോക്ടറെ കാണാൻ കാശില്ലാതെ വിഷമിക്കുകയാണോ? ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാൻ ആളില്ലാതെ വിഷമിക്കുന്നുവോ? സഹോദര, നീ കൊണ്ടുപോകണം, നീ ചികിത്സിക്കണം, അതേ ബാധ്യതയല്ലേ. പക്ഷേ മതത്തിന്റെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആദർശങ്ങളെ കൊണ്ടും കൊടുത്തുകൊണ്ടുകൊണ്ടുമുള്ള ഒരു സൗഹാർദ്ദം ഇസ്ലാമിലില്ല. പക്ഷേ
പക്ഷേ അങ്ങോട്ടൊക്കെ ജനങ്ങളെ എത്തിച്ചതാരാണ്? പടച്ച റബ്ബിനെ പോലെ കാണുന്നവരും കേൾക്കുന്നവരുമൊക്കെയുണ്ട്. പക്ഷേ അള്ളയാണെന്ന് വിചാരിക്കാഞ്ഞാൽ പിന്നെ എവിടെയും പോകാം, എവിടെയും ആശ്വാസം കിട്ടും. അതുകൊണ്ടാണ് ഗുരുവായൂരിൽ ഒരു ഹാജിയാര് തുലാഭാരം നടത്തിയത്. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പയ്യന്നൂരിൽ നബീസുമ്മ ജസീറ എന്ന കൊച്ചുമോളയും കൊണ്ട് പോയിട്ട് അതേ തുലാഭാരം നടത്തിയിട്ട് തേങ്ങിയത്. അങ്ങനെ പലരും തേങ്ങുന്നു, പലയിടത്തും ആശ്വാസം കണ്ടെത്തുന്നു. ഇതൊക്കെ തകരാറെന്താണ്? അള്ളാനെ മനസ്സിലാക്കിയില്ല, അള്ളാനെ അറിഞ്ഞില്ല. അള്ളാനെ ശരിക്ക് മനസ്സിലാക്കിയവൻ ഒരിക്കലും ശാന്തി നേടി മറ്റു കേന്ദ്രങ്ങളിലേക്ക് പോകാനാവില്ല. കാരണം അള്ളയാണ് കൊടുക്കുന്നത്, അള്ളയാണ് തടയുന്നത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. അള്ളാഹ് പറയുന്നു, അള്ളയല്ലാതെ കൊടുക്കുന്നവനില്ല. നമ്മുടെ എല്ലാ നമസ്കാരത്തിന്റെ പിറകെയും പറയാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല ദിക്റുകളിൽ ഒരു ദിക്റല്ലേ ഇത്? അല്ലാഹുവേ, നീ നൽകിയത് തടയുന്നവരില്ല, നീ തടഞ്ഞത് കൊടുക്കുന്നവരില്ല. ആളുകൾക്കിന്ന് പലതിനെയുമല്ലേ പേടി. പടച്ച റബ്ബിനെ ഭയപ്പെടുന്നതിന് പകരം എന്തെങ്കിലും കാണുന്നത് പേടി, എന്തെങ്കിലും കേൾക്കുന്നത് പേടി, ഏതെങ്കിലും അക്കങ്ങളെ പേടി, ഏതെങ്കിലും സമയങ്ങളെ പേടി, ഏതെങ്കിലും മാസങ്ങളെയോ ആഴ്ചകളെയോ ഭയപ്പെടുന്ന രൂപം. അതേ മനുഷ്യരതാ അന്ധവിശ്വാസങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തിറങ്ങിയതാണ് രാവിലെ ജോലിക്ക് പോകാൻ. കണ്ടതാരെയാ? കണ്ടത് പുതിയാപ്പള മരിച്ച ഒരു പെണ്ണിനെയാണ്. ആദ്യം തന്നെ കണി വിധവയെയാണെങ്കിൽ വലിയ പ്രശ്നമായി. ആദ്യം തന്നെ കണ്ടത് കാലിക്കൊട്ടയും കാലിച്ചാക്കുമായിട്ടൊരാൾ പോകുന്നതാണെങ്കിൽ വലിയ പ്രശ്നമായി. നടുറോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ കരിമ്പൂച്ച വിലങ്ങ് ചാടിയതെങ്കിൽ പ്രശ്നമായി. എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗൗളി പല്ലി ശബ്ദിച്ചുവെങ്കിൽ അത് പ്രശ്നമായി. കാക്കയോ കൂമനോ വീട്ടിന്റെ മാവിൻ കൊമ്പത്തിരുന്ന് ശബ്ദം പുറപ്പെടുവിച്ചാൽ പ്രശ്നമായി. എത്രത്തോളം വിദ്യാസമ്പന്നരെന്ന് തോന്നുന്ന ആളുകൾക്ക് പോലും, അതേ വിദ്യാസമ്പന്നരെന്ന് തോന്നുന്ന ആളുകൾക്ക് പോലും എന്തേ 13 എന്ന നമ്പറിനെ വല്ലാത്ത പേടി. 13ന്റെ കാറ് ഒരു മന്ത്രിക്കും വേണ്ട എന്നല്ലേ കേരളം കേൾക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം മന്ത്രിമാരെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം മന്ത്രിമാരെ, നിങ്ങളെന്തിനാ മറ്റുള്ളവരെ പോലെ അന്ധവിശ്വാസികളാകുന്നത്? കേരള സർക്കാർ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്ന കാറിന്റെ നമ്പർ 13 പോയെങ്കിൽ അതെടുക്കാൻ ഒരൊറ്റ മന്ത്രിയെയും കിട്ടാനില്ലെന്ന് പറയുമ്പോൾ മുസ്ലിമേ, നീ ആരിലാ പരമേൽപ്പിക്കുന്നത്? 13 എന്ന നമ്പർ ഇത്ര പേടിയാണോ? പല ഹോസ്പിറ്റലുകളിലും 12 എന്ന റൂം കഴിഞ്ഞാ പിന്നെ 13ാമത്തെ റൂമില്ല, പിന്നെ 12A, പിന്നെ 14ആണ്. 13ാമത്തെ റൂമിൽ പാടില്ലതാ. ഒരു രോഗിയെങ്ങാനും അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ മയ്യത്തല്ലാതെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ലെന്ന പേടി കാരണത്താൽ എത്രയോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ വാർഡുകളിൽ 13ാമത്തെ നമ്പറില്ല. എന്തേ മുസ്ലിമേ ഇങ്ങനെ അധപ്പതിച്ചു പോയത്? മറ്റുള്ളവന്റെ സംസ്കാരം നമ്മിലേക്കും വരികയാണോ? 13ാം നമ്പർ കാറെടുത്തുകൊണ്ട് ഈ അന്ധവിശ്വാസത്തിനെതിരെ തടയിടാൻ മുസ്ലിം മന്ത്രിമാരെ, നമുക്ക് കിട്ടുന്ന ചാൻസ് ഒരിക്കലും കളഞ്ഞു പോകല്ല. പടച്ച റബ്ബിനെ പേടിച്ചോ. അല്ലാഹുവേ, നീ നൽകാൻ വിചാരിച്ചത് തടയാൻ ഒരു നമ്പറിനെ കൊണ്ടും സാധ്യമല്ല. നീ തടയാൻ വിചാരിച്ചത് നൽകാനും ഒരു നമ്പറിനെ കൊണ്ടും സാധ്യമല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. പ്രിയപ്പെട്ട മുസ്ലിമേ, സാന്ദർഭികമായി ഉണർത്തിയതാണ്. വിദ്യാസമ്പന്നരെന്ന് പറയുന്നവർക്ക് പോലും പടച്ച റബ്ബിലുള്ള തവക്കുൽ ബോധം നഷ്ടപ്പെടുന്നുവെങ്കിൽ എത്രമാത്രം നമ്മൾ പ്രവർത്തിക്കാനുണ്ട് മുസ്ലിമേ. ആ ബാധ്യതയാണ് നമ്മൾ ഈ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്തേക്ക് പുറത്തിറങ്ങണമെങ്കിൽ അതാ കാലം നോക്കുകയാണ്, സമയം നോക്കുകയാണ്. രാഹു കഴിഞ്ഞോ, ഗുളികൻ കഴിഞ്ഞോ, അതേ ശുഭമുഹൂർത്തം എന്ന് പലരും കത്തിലടിക്കുകയാണ്.
ശുഭമുഹൂർത്തത്തിൽ നിക്കാഹ് നടക്കുന്നു എന്നെഴുതുന്ന മുസ്ലിമേ, അതേ വിവാഹത്തിന്റെ ക്ഷണക്കത്തിൽ, അതേ 12-ന്റെയും 1 മണിക്കും നടക്കുന്ന ശുഭമുഹൂർത്തത്തിൽ നിക്കാഹ് നടക്കുന്നു, വരണേ എന്ന് ക്ഷണിക്കുന്ന മുസ്ലിമേ, എവിടെ നിന്നാ സംസ്കാരം പഠിച്ചത്? നിനക്ക് സമയത്തെ ചീത്ത പറയാൻ ആരാധികാരം തന്നത്? മാസത്തെ ചീത്ത പറയാൻ ആരാണ് അധികാരം തന്നത്? നിങ്ങൾ നോക്കൂ, ഈ കാണുന്ന പുസ്തകത്തിന്റെ പേരെന്താണ്? പ്രശ്നങ്ങൾ പ്രതിവിധികൾ എന്നാണ്. വായിച്ചു നോക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുകയല്ലാതെ കുറയുന്ന ലക്ഷണമില്ല. കാരണം എന്തെന്നല്ലേ? കേട്ടോ നിങ്ങൾ, സലീസു അശറ ശർറു യൗമിൻ ഫഹദരി അൻഹു വമാ യലി ഖൈറുൻ ഫഖ്തരി والهادي والعشرون من أيامي نحس فدع كلا من المرامي والرابع العشرون يوم ينهس وذاك في شهر صيامي يبأس والخامس العشرون يوم للرداء فلا تكن لي حاجة مقتصدا. എല്ലാ മാസവും 13-ന് ഒന്നും ഒരുങ്ങരുത്. 13-ാം നമ്പർ കാറിനെയല്ല പേടി, 13-ാം നമ്പർ കാറിനെ മാത്രമോ ഹോസ്പിറ്റലിലെ റൂം മാത്രമോ അല്ല പേടി. എല്ലാ മാസവും 13 ദോഷമാണ്, അധമമാണ്, ഒന്നിനും ഒരുങ്ങണ്ട. ഇനിയും കേട്ടോ, 21 നഹസായതിനാൽ നിന്റെ പ്രധാന ഉദ്ദേശങ്ങളെ പ്രസ്തുത ദിവസം ഉപേക്ഷിച്ചോ. റമളാനടക്കം 24-ാം ദിവസം ഒരു ഘട്ടത്തിലും നല്ലതല്ല. എല്ലാ മാസവും 25 ഒരു ഗുണവുമില്ലാത്തതിനാൽ പ്രസ്തുത ദിവസം ഉദ്ദേശ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തരുത് എന്നിങ്ങനെ എഴുതിവിട്ടുകൊണ്ട് അതേ പൈസിമാരായി എഴുതുന്നത് ഈ സമുദായത്തിന് അതേ ദിശാബോധം നൽകാൻ ഉത്തരവാദപ്പെട്ട ഞങ്ങൾ ചോറ് കൊടുത്ത ഉസ്താദാണ്, ഞങ്ങൾ വെള്ളം കൊടുത്ത ഉസ്താദാണ്, ഞങ്ങൾ ശമ്പളം കൊടുത്ത ഉസ്താദാണ്, ഞങ്ങൾ സ്നേഹിക്കുന്ന ഉസ്താദാണ്, ഞങ്ങളോട് നല്ലതേ പറയൂ എന്ന് വിശ്വസിച്ച് അതേ വിശ്വസിച്ച് വളർത്തിയുണ്ടാക്കുന്ന മുസ്ലിയാക്കന്മാര് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറഞ്ഞാൽ ഈ സമുദായത്തിന്റെ ദുർഗതി എവിടം വരെ എത്തും? ഇത് ചിന്തിക്കണ്ടേ മുസ്ലിമേ? ഇത് ചിന്തിക്കാൻ എന്തേ ആളുകൾ തയ്യാറാവാത്തത്? അതുകൊണ്ടും മാത്രം കാര്യമായോ? അതുകൊണ്ടും കാര്യമായില്ലല്ലോ. ഇനി അതാ സമയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യത്തിനും പറ്റാത്ത ഒട്ടേറെ സമയങ്ങളും സന്ദർഭങ്ങളുമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടും തീർന്നിട്ടില്ല. ഒരു വസ്ത്രം ധരിക്കണമെങ്കിൽ പോലും അതാ ആളുകൾക്ക് പേടിയാണ്. ശനിയാഴ്ച വസ്ത്രമെടുത്തുകൂടാ, പുതിയ വസ്ത്രമൊന്നും ശനിയാഴ്ച എടുത്തുകൂടാ എന്നാണ്. ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദരാ നീ വാങ്ങലും. ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ. പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമേ, ഇസ്ലാമിൽ ഒരു കാര്യം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ എനിക്കാണോ അധികാരം? നിങ്ങൾക്കാണോ അധികാരം? അതല്ലല്ലോ, പടച്ച റബ്ബല്ലേ നിശ്ചയിക്കേണ്ടത്. അത് റസൂലുള്ളാഹിയിലൂടെയല്ലേ പഠിപ്പിച്ചു തന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആര് കേട്ടു എന്ന വിശ്വസ്തരായ സനത്, മുടിക്ക് മാത്രം സനത് പോരല്ലോ, എല്ലാത്തിനും സനത് വേണ്ടേ? നബിതങ്ങളിൽ നിന്ന് ഒരു ഇസ്ലാമിന്റെ ആദർശം പറയുമ്പോൾ അത് പ്രവാചകന്റെ വാക്കായാലും അവിടുത്തെ പ്രവൃത്തിയാണെങ്കിലും അവിടുത്തെ അംഗീകാരമാണെങ്കിലും അതേ ശരിയായ പരമ്പരയോടെ വന്ന വിശ്വാസമല്ലേ, ആചാരമല്ലേ, അതല്ലേ ദീനെന്ന് പറയുന്നത്. ഇവർക്കിതെവിടെ നിന്നാണ് കിട്ടിയത്? ശനിയാഴ്ച പുതിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. പിന്നെയോ ജസദിന് അസുഖം വരും, ശരീരത്തിന് രോഗം വരുമത്രേ ശനിയാഴ്ച പുതിയതൊടുത്താൽ. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്നൊടുക്കുന്നത്. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. വീണതായി നശിക്കേണ്ടതാനാമുണ്ട്, മോഷ്ടിച്ചുകൊണ്ടും
പോകുവാനിടയുണ്ട്. അതുമാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നെ ഹമ്മെപ്പോഴും മൊഴിയാതിരിക്കും പൊന്നേ. നീ വസ്ത്രം ഒന്ന് പുതിയതെടുത്താൽ നിനക്ക് മനക്ലേശം മാറില്ല, സമാധാനം നഷ്ടപ്പെടും, സ്വൈരം നഷ്ടപ്പെടും. ഇങ്ങനെ എല്ലാത്തിലും നീ അങ്ങ് കാര്യങ്ങളെ മറ്റുള്ളതിൽ വരമേൽപ്പിച്ച് ഒരു വീടെടുക്കാൻ അതാ ദിവസം നിശ്ചയിക്കുന്നു. അതേ കുറ്റിയടിക്കാൻ ധൈര്യമില്ല, ചൊവ്വ വച്ചില്ല, മുഹറം 10 കഴിയട്ടെ, ഒടുക്കത്തെ ബുധൻ നഹ്സാണ്. അതേ ആദരവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പനി തുടങ്ങിയത് സഫർ മാസത്തിലെ ഒടുക്കത്തെ ബുധനായതിനാൽ എല്ലാ മാസവും ഒടുക്കത്തെ ബുധനാഴ്ച അതേ ഗുണം തീരെയില്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് കല്യാണം പാടില്ല, വീട് താമസം പാടില്ല, വീടിന് തറയിടാൻ പാടില്ല. എവിടെ നിന്ന് കിട്ടി മനുഷ്യ ഇതൊക്കെ? മുസ്ലിമേ, ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് അതേ വീടെടുക്കുമ്പോൾ നീ കന്നിമൂല നോക്കുകയാണല്ലേ, പോക്കുവരവ് നോക്കുകയാണല്ലേ. പോക്കുവരവുണ്ട് പോലും വീട്ടില്ലതാ. അതേ വീട് കെട്ടുന്നത് പോകാനും വരാനും തന്നെയാണ്. പക്ഷേ മനുഷ്യരല്ലാത്ത വേറെ ചില ആളുകളുടെ പോക്കുവരവുണ്ടെന്ന് പറഞ്ഞിട്ട് കന്നിമൂല നോക്കിയിട്ട് അതേ പലതും വരച്ചിട്ട് കളം വരച്ചിട്ട് പല രൂപത്തിലും ചെയ്യുന്ന മുസ്ലിമേ, വീട് കൂടുമ്പോൾ നിനക്ക് പാല് കാച്ചണമല്ലേ? പാല് കാച്ചിയാലും പോരാ, ആ പാലിങ്ങനെ തിളച്ചിട്ട് അടുപ്പിലേക്ക് തിളച്ച് മറിഞ്ഞു പോകണമല്ലേ? അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ ഇബ്ലീസിയൻ നിർദ്ദേശങ്ങൾ എവിടെ നിന്നാ മുസ്ലിമേ കിട്ടിയത്? പടച്ച റബ്ബിൽ വിശ്വാസമുണ്ടോ? ഖൈറ് തരുന്നവൻ നാഥനാണ്, എന്തും വിധിക്കുന്നവൻ നാഥനാണ്. ആ വിശ്വാസത്തിന് തകരാറ് വരുന്നുവോ? ആലോചിക്കണം നന്നായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങാതെ കണ്ട് യാതൊരു നിലക്കും നിവൃത്തിയില്ല. ഈ രൂപത്തിലുള്ള എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും മാറിപ്പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു തന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പോലും വിശ്വസിക്കേണ്ട നിലക്കല്ലാതെയാണ് വിശ്വസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഈ ലോകത്തും നാളെ പരലോകത്തും അത്യുന്നതമായ പദവിയുള്ള നേതാവാണ്. മുജാഹിദേ, നിന്റെ വഴുതു കേൾക്കാൻ ഞങ്ങളെ കിട്ടൂല. കാരണം നീ നബിതങ്ങളെ ബഹുമാനിക്കാത്തയാളാണ്, സ്നേഹിക്കാത്തയാളാണ്, അവിടുത്തെ പ്രത്യേകത അംഗീകരിക്കാത്തയാളാണ് എന്നതാ പാവങ്ങളായ ആളുകളോട് എത്രയോ മുസ്ലിയാക്കന്മാര് പ്രസംഗിക്കുന്നു, എഴുതുന്നു, സംസാരിക്കുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഖുർആൻ എന്ത് പറഞ്ഞുവോ, ഹദീസുകളിലൂടെ നബിതങ്ങൾ എന്ത് പഠിപ്പിച്ചുവോ, അതിനൊരക്ഷരം വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അവിടുത്തെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതല്ലാത്തവൻ മുസ്ലിമല്ല. ഇതുറക്കെ പ്രഖ്യാപിക്കുന്നവരാണ് മുജാഹിദുകൾ. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഉള്ളത് പറഞ്ഞാൽ മതി, ഉള്ളത് തന്നെ എമ്പാടുമുള്ളപ്പോൾ എന്തിനില്ലാത്തത് പറയുന്നു? നബിക്കുള്ള കാഷ്ടം താഹിറാണേ മൂത്രവും, അതുപോലെ തന്നെ ഹബീബി രക്തവും. നബിക്കുള്ള കാഷ്ടം ഭൂമിയും വിഴുങ്ങുന്നതാ, അതിൽ നിന്ന് റീഹുൻ തയ്യിബത്തടിക്കുന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബഹുമാനിച്ചുകൊണ്ട് ചില കക്ഷികളതാ പാടുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മലമൂത്രങ്ങളൊക്കെ പരിശുദ്ധമാണ്, അത് ഭൂമി വിഴുങ്ങലാണ്, അതിൽ നിന്ന് കസ്തൂരിയാണ് അടിച്ചു വീശല്. അതേ ചില സഹാബിമാർ ഈ സാധനം കിട്ടാനില്ലാഞ്ഞിട്ട് പരിശോധിച്ച് നടന്ന് അവസാനം ഒരു മലത്തിന്റെ ഭാഗം കിട്ടിയപ്പോൾ അത് വിഴുങ്ങിക്കളഞ്ഞു എന്ന് മൗലിദ് കിതാബിലില്ലേ? പ്രിയപ്പെട്ട മുസ്ലിമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഉള്ളത് വിശ്വസിച്ചാൽ പോരെ, ഇല്ലാത്തതെന്തിനു പറയണം? അവിടുന്ന് ഈ ലോകത്തും നേതാവാണ്, നാളെ മഹ്ശറിലും നേതാവാണ്. ആദ്യമായി സ്വർഗലോകത്തേക്ക് കാലെടുത്ത് വെക്കാൻ ഭാഗ്യം കിട്ടുന്ന നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. സ്വർഗലോകത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് നബിതങ്ങളെ പ്രവേശിപ്പിച്ചുകൊണ്ടാണ്. അതേ രണ്ട് ലോകത്തും അവിടുന്ന് മഹാനാണ്. നാളെ മഹ്ശറിലതാ എല്ലാവരും ദാഹിച്ച് വലഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പ്രത്യേകമായ ഒരു ഹൗദ് റബ്ബ് ഒരുക്കി കൊടുത്തിരിക്കുന്നു. പാലിനേക്കാൾ വെളുമയാർന്ന പ്രത്യേകമായ പാനീയം, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള പാനീയമാണ്.
തേനിനേക്കാൾ മധുരമൂറുന്ന പാനീയമാണ്. അതേ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ മോഹമുണ്ടോ സഹോദരാ? മോഹമില്ലേ സഹോദരീ? നാളെ പരലോകത്ത് അതാ റബ്ബിന്റെ കോടതിയിൽ തയ്യാറാക്കിയ ആ പ്രത്യേകമായ ജലാശയത്തിൽ നിന്ന് വെള്ളം മുക്കിക്കൊടുക്കാൻ നേതാവ് തന്നെ നിൽക്കുന്നു. ആ നേതാവിന്റെ അടുത്തേക്ക് ആളുകൾ ഇങ്ങനെ ചെല്ലാണ്. നേതാവ് വെള്ളം മുക്കിക്കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ ചില ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അല്ലാഹു പറയും, നബിയെ കൊടുക്കരുത്, ഒരു തുള്ളി കൊടുക്കരുത്. എന്തേ കൊടുക്കരുതെന്ന് പറയാൻ നബി തങ്ങൾക്ക് അറിയുന്നില്ല. എന്താണ് ഇവർക്ക് കൊടുക്കരുതെന്ന് പറയാൻ കാരണം? നബി തങ്ങൾ അപ്പോഴും പറഞ്ഞു നോക്കി, യാ റബ്ബി അസ്ഹാബി, എന്റെ ഉമ്മത്തല്ലേ, എന്റെ അനുയായികളല്ലേ, എന്റെ സമുദായത്തിലെ അംഗങ്ങളല്ലേ, ഞാൻ കൊടുത്തോട്ടെ. അല്ലാഹു പറയും, മുഹമ്മദ് നബിയെ, നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കാലശേഷം ഇവരെന്തൊക്കെ മാറ്റം വരുത്തി. നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാം ദീനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, ബിദ്അത്തുകൾ ഉണ്ടാക്കി, പുത്തൻവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കിയ പഴയ പരിഷ്കാരികൾ, അതേ പഴച്ചുപോയ ആളുകൾ, അവരാണ് ഈ നിൽക്കുന്നത്. അവർക്ക് കൊടുക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയും, സുഹ്ഖൻ സുഹ്ഖാ, എല്ലാവരും എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ തന്റെ മുമ്പിൽ നിന്ന്, അതേ കാരുണ്യത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുമ്പിൽ നിന്ന് ആളുകളെ ആറ്റിപ്പറഞ്ഞ് കൊന്നുവെങ്കിൽ അവരെന്ത് ഗുരുതരമായ തെറ്റാണ് ചെയ്തത്. ദീനില്ലാത്തൊരു ദീനെന്ന പേരിൽ പറഞ്ഞു, ദീനിലില്ലാത്തൊരു ദീനെന്ന പേരിൽ പഠിപ്പിച്ചു, പുണ്യമല്ലാത്തൊരു പുണ്യമെന്ന പേരിൽ പ്രചരിപ്പിച്ചു. കണ്ടില്ലേ ഇപ്പോൾ എന്താണ് സന്ദർഭം? ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന മാസം ഏതാ? ശഅബാന്റെ തൊട്ട് മുമ്പുള്ള റജബ്. ഈ റജബിനെ സംബന്ധിച്ചിടത്തോളം റജബ് മാസം അതാ ഇസ്ലാമിൽ പ്രത്യേകമായി വല്ല ആദരവും ഈ മാസത്തിനുണ്ടോ? അതെ, യുദ്ധം നിഷിദ്ധമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് എന്നതൊഴിച്ചാൽ മറ്റു മാസങ്ങളിൽ നിന്ന് പ്രത്യേകമായി ഈ മാസത്തിൽ ഒരു നോമ്പില്ല, ഈ മാസത്തിൽ ഒരു പ്രത്യേക നിസ്കാരമില്ല, ഈ മാസത്തിൽ ഒരു പ്രത്യേക ഉംറയുമില്ല. അതേ അവസരത്തിൽ ആളുകൾ എന്താ പ്രചരിപ്പിക്കുന്നത്? റജബ് 27-നാണ് മിഅ്റാജ് നടന്നതെന്ന് പ്രചരിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്നത് മഹാനായ നമ്മുടെ നേതാവിന്റെ ജീവിതത്തിൽ നടന്ന അഭൂതപൂർവമായ ഏറ്റവും വലിയ ഒരു യാത്രയാണ്. അതേ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അങ്ങകലെ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അതേ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിന്റെ പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ പോകുന്നു. പള്ളിക്ക് പുറത്ത് ബുറാഖ് കെട്ടിയിടുന്നു, അവിടെ കയറി നിസ്കരിക്കുന്നു. പിന്നീടതാ എത്രയോ പടികളുള്ള ഒരു പ്രത്യേകമായ ഏണി കൊണ്ടുവരപ്പെടുന്നു. ആകാശലോകത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ അങ്ങ് കയറിപ്പോകുന്നു. 7 ആകാശത്തിന്റെയും അപ്പുറത്ത് മഹാനായ റബ്ബുൽ ഇസ്സത്തിന് അതാ അവിടെ വെച്ച് സംഭാഷണം നടക്കുന്നു. 5 നേരത്തെ നിസ്കാരം നിയമമാക്കുന്നു. ചുരുക്കി പറയട്ടെ, അവിടുത്തെ ജീവിതത്തിലുണ്ടായ ഈ വലിയ സംഭവം റജബ് 27-നാണ് നടന്നതെന്ന് ആരാ പറഞ്ഞത്? അങ്ങനൊരു തെളിവില്ല. ഇസ്റാ മിഅ്റാജ് ഉണ്ടായി എന്നത് പകൽ വെളിച്ചം പോലെ സത്യമാണ്. അത് നിഷേധിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് ചിലരൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷേ ക്ലച്ച് പിടിക്കുന്നില്ല. കാരണം മുജാഹിദ് ഖത്തീബുമാരൊക്കെ മിമ്പറുകളിൽ വെച്ച് ജനങ്ങളെ പഠിപ്പിച്ചു വരുന്നുണ്ട്, ഇസ്റാഉം മിഅ്റാജും ഒക്കെ സ്വപ്നമല്ല. ചിലരൊക്കെ പറയുന്നു അത് സ്വപ്നം കണ്ടതാണെന്നാ മുജാഹിദ് പറയുന്നത്. കാരണം നബിതങ്ങളുടെ ആ സ്ഥാനമങ്ങ് വകവെച്ചു കൊടുക്കാൻ മുജാഹിദിന് വെറുപ്പായതുകൊണ്ട് മുജാഹിദ് പറയും ഇസ്റാഉം മിഅ്റാജും ഒക്കെയുണ്ട്, പക്ഷേ അത് സ്വപ്നമാണ്, ശാരീരികമല്ല എന്ന് നമ്മുടെ മേൽ കള്ളം പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതേ ആ സഹോദരന്മാരോട് പറഞ്ഞോളൂ, ഇസ്റാഉം മിഅ്റാജും ശാരീരികമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പേജുകളോളം ഖുർആൻ വ്യാഖ്യാനത്തിൽ മലയാളത്തിൽ വ്യാഖ്യാനം കൊടുത്ത ഒരേ ഒരു സംഘടന കേരള നദ്വത്തുൽ മുജാഹിദീൻ.
അവർ പ്രസിദ്ധീകരിച്ച 4 വാള്യമുള്ള ഖുർആൻ വ്യാഖ്യാനം ഒന്ന് പരിശോധിച്ചിട്ട് സൂറത്തുൽ ഇസ്രായിന്റെ 1-ാമത്തെ ആയത്തിന്റെ തഫ്സീർ ഒന്ന് നോക്കിക്കോ. മലയാളം അറിയില്ലേ? അറബി നോക്കണ്ട, മലയാളമെങ്കിലും അറിയില്ലേ? അവിടെ പച്ചയായതാ മൗലവിമാര് വിശദീകരിച്ചിരിക്കുന്നു. നബിതങ്ങളുടെ ഈ യാത്ര ശരീരം കൊണ്ട് തന്നെയാണ്, ആത്മീയമല്ല. ഇത് എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നു. മുജാഹിദത ഇസ്രാ നിഷേധിക്കുന്നു, മിഅ്റാജ് നിഷേധിക്കുന്നു. ഞങ്ങളിത് നിഷേധിക്കുന്നവരല്ല, ഇത് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതെപ്പോഴാ നടന്നതെന്ന് ഈ യാത്ര പോയ നബിയല്ലേ പഠിപ്പിക്കേണ്ടത്? ഏത് മാസത്തിലാ നടന്നതെന്നതിൽ തർക്കമുണ്ട്, ഏത് ദിവസമാണെന്നതിൽ തർക്കമുണ്ട്. പല അഭിപ്രായങ്ങളും പലരും പറഞ്ഞു എന്നതല്ലാതെ റജബ് 27 മിഅ്റാജ് ഡേ ആണെന്ന് ഇസ്ലാമിൽ പ്രമാണമില്ല. പ്രമാണം എന്ന് പറഞ്ഞാൽ സനദോടെ വരണ്ടേ, സനദോടുകൂടി അങ്ങനെ വന്നിട്ടില്ല. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഇനി സനദോട് ഇനി അങ്ങനെ വന്നു എന്ന് സങ്കൽപ്പിക്കുക. ഏത് ദിവസം മിഅ്റാജ് നടന്നതെന്ന് സങ്കൽപ്പിക്കുക. എന്നാലോ ആ രാത്രിയിൽ പ്രത്യേക വല്ല നിസ്കാരമുണ്ടോ? ഇല്ല. അതിന്റെ പിറ്റേ പകൽ വല്ല പ്രത്യേക നോമ്പുമുണ്ടോ? ഇല്ല. ചിലരൊക്കെ പറയുന്നു മിഅ്റാജ് നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു നോമ്പ്. അതേ നാട്ടിൻപുറത്തൊക്കെ മിഅ്റാജ് നോമ്പിന് വലിയ ആവേശമാണ്, ബറാത്ത് നോമ്പിനും വലിയ ആവേശമാണ്. തിങ്കൾ നോമ്പിന് ആവേശമില്ല, വ്യാഴം നോമ്പിന് ആവേശമില്ല, 13, 14, 15 നോമ്പിന് ആവേശമില്ല, 6 നോമ്പിന് ആവേശമില്ല, മുഹറം 10ന്റെ നോമ്പിന് ആവേശമില്ല, 9ന്റെ നോമ്പിന് ആവേശമില്ല. അതേ അവസരത്തിൽ ഇതിനേക്കാളൊക്കെ സ്ഥാനം മിഅ്റാജ് നോമ്പിന്, ബറാത്ത് നോമ്പിന്. എന്തേ അത് മുജാഹിദുകളെ എതിർക്കുന്നു? മുജാഹിദ് എതിർക്കുന്നുണ്ടോ? എന്നാ ഞങ്ങൾ ഒപ്പിത്തിന്നെന്ന് അറിഞ്ഞില്ലേ പണ്ടൊരുത്തൻ, എന്നാ പിന്നെ ഞങ്ങൾ വിടൂല എന്ന മട്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നോമ്പ് പഠിപ്പിച്ചോ? ഇല്ല. അവിടുന്ന് ഒരു പ്രത്യേക നിസ്കാരം പഠിപ്പിച്ചോ? ഇല്ല. റജബിലെ മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച അതേ വെള്ളിയാഴ്ച രാവിലെ ഒരു 12 റക്അത്ത് നിസ്കാരമുണ്ടെന്ന് പറയുന്നു. ആരായത് പഠിപ്പിച്ചത്? ആരായിതൊക്കെ പഠിപ്പിച്ചത്? ഈ നിസ്കാരവും അതുപോലെ തന്നെ ബറാത്ത് രാവിലെ പ്രത്യേകമായ 100 റക്അത്ത് നിസ്കാരവും നിസ്കരിക്കുന്നവനെ തടയണമെന്നും അത് ചീത്തയായ വിദഅത്താണെന്നും പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചപ്പോൾ മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബിൽ കാണുന്നു ഇതൊക്കെ പുണ്യമാണെന്ന്. മനസ്സിലാക്കണം. മുഹീദ്ദീൻ ശൈഖ് പറയുന്നത് റജബ് മാസത്തിലെ ഓരോ ദിവസത്തെ നോമ്പിനും പ്രത്യേക പുണ്യമുണ്ട് എന്നാ. ശഅബാൻ 15ന്റെ 100 റക്അത്ത് നിസ്കാരത്തിന് പ്രത്യേക പുണ്യമുണ്ട്. ആരാ പറയുന്നത്? മുഹീദ്ദീൻ ശൈഖ്. മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബായ ഉന്യയിൽ ഇതൊക്കെ കാണുന്നു. ഈ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ തന്നെ പറയുന്നു അങ്ങനെ ഒരു 100 റക്അത്ത് നിസ്കാരമില്ല. അതുപോലെ തന്നെ സ്വലാത്തുർ റഗായിബ് എന്ന പേരിൽ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ഒരു 12 റക്അത്ത് നമസ്കാരമില്ല. അത് നിസ്കരിക്കുന്നവനെ അധികാരം ഉപയോഗിച്ച് തടയണം. അത് ചീത്തയായ പരിപാടിയാണെന്ന് ഇന്നിവിടെ മുസ്ലിയാന്മാര് പ്രസംഗിക്കുകയും അവരുടെ തന്നെ കിതാബുകളിൽ എഴുതി വെക്കപ്പെടുകയും ചെയ്ത കാര്യം പിന്നെ ശൈഖ് ജീലാനിയുടെ കിതാബിൽ എങ്ങനെ വന്നു? മഹാനവറുകൾക്ക് അത് ശരിയാണെന്ന് തോന്നി അദ്ദേഹം തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനല്ല. അദ്ദേഹത്തിന് അങ്ങനെ മനസ്സിലായി, അദ്ദേഹം എഴുതി വെച്ചു. അതേ അവസരത്തിൽ ഇവിടെ ഒരു വാദം പൊളിയാണ്. എന്താ പൊളിയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. മുഹീദ്ദീൻ ശൈഖിനെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്കാ മുസ്ലിയാക്കന്മാർ ഉയർത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥാനത്തേക്കാ ഉയർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവൻ സത്യാണെന്നാണല്ലോ മുസ്ലിം വിശ്വസിക്കേണ്ടത്. അവിടുന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കളവുണ്ടോ? ഇല്ല. ഇന്ന് പറഞ്ഞത് മുഴുവൻ സത്യ. എന്താ കാരണം? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കാറില്ല. പടച്ച റബ്ബ് വഹി കൊടുക്കുമ്പോൾ അതങ്ങ് പറയലല്ലാതെ അതുകൊണ്ട് പടച്ചവൻ അറിയിച്ചു കൊടുത്ത ഒരു ഇൽമിലും നുണയില്ല, പൊള്ളില്ല, അബദ്ധങ്ങളില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചാണ് മുസ്ലിം വിശ്വസിക്കുന്നതെങ്കിൽ അതേ മുഹീദ്ദീൻ മാലക്കാരൻ പറയുന്നത് ശൈഖ് ജീലാനിയും റസൂലുള്ളാഹിനെ പോലെ തന്നെ. ഏത് വിഷയത്തിൽ? കേട്ടോ നിങ്ങൾ ആ വരി. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ
ചൊല്ലി നീ എന്റെ അമാനില്ലാതെന്നോവർ. ജീലാനി പറയുകയാണ് പോലും, ഞാൻ എന്തൊന്ന് പറയുന്നുണ്ടെങ്കിലും അള്ള എന്നോട് ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് ചൊല്ലിത്തന്നാലല്ലാതെ ഞാൻ ചൊല്ലാറില്ല. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എന്റെ അമാനില്ലാതെന്നോവറി. നിനക്ക് ഞാൻ കാവൽ തരാം, നീ ചൊല്ലിക്കോ എന്ന് അള്ള എന്ന് പറഞ്ഞാലല്ലാതെ ഞാൻ ചൊല്ലാറില്ല. ഇത് ശരിയാണോ മുസ്ലിമേ? ഇത് ശരിയാണോ? ഇത് പാടുന്ന മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ആളുകളോട് വിനയത്തോടെ ചോദിക്കട്ടെ, അള്ള ചൊല്ലിക്കൊടുത്തതല്ലാത്തതൊന്നും ഞാൻ ചൊല്ലാറില്ലെന്ന് നിങ്ങൾ മുഹീദ്ദീൻ മാലയിൽ പറഞ്ഞത് ശരിയാണെങ്കിൽ, എങ്ങനെ മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബിൽ പറഞ്ഞ ഈ മിഹ്റാജിന്റെ റജബിലെ പ്രത്യേക നോമ്പുകൾ സുന്നത്താണെന്നതും 12 റക്അത്ത് റഗായിബ് നിസ്കാരം പാടില്ലെന്നതും അതുപോലെ തന്നെ ബറാത്ത് രാവിലെ 100 റക്അത്ത് നിസ്കാരം പാടില്ലെന്നതും നിങ്ങളെങ്ങനെ പ്രസംഗിക്കുന്നു? ജീലാനിക്ക് തെറ്റുപറ്റില്ലല്ലോ. കാരണം ജീലാനി കിതാബ് എഴുതിയത്, ജീലാനി മുരീദുമാർക്ക് ക്ലാസ് എടുത്തു കൊടുത്തത്, ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എന്റെ അമാനില്ലാതെന്നോവറി. അപ്പൊ അള്ള പറഞ്ഞു കൊടുത്തിട്ട് കിതാബ് എഴുതിയിട്ട് അക്കിതാബിലുള്ളത് കള്ള ഹദീസാണെന്ന് പ്രസംഗിക്കുന്ന മുസ്ലിയാക്കന്മാരെ, ഒന്നുകിൽ മാല വലിച്ചെറിയൂ, അതല്ലെങ്കിൽ കുഞ്ഞത്ത് വലിച്ചെറിയൂ. ഇസ്ലാമിലേക്ക് വന്നോ, ബിദ്അത്ത് പ്രചരിപ്പിക്കണ്ട. അതുകൊണ്ട് മിഅ്റാജ് നോമ്പെന്ന് പറയുന്ന നോമ്പിന് അഡ്രസ് ഇല്ല, ബറാത്ത് നോമ്പെന്ന് പറയുന്ന പ്രത്യേക നോമ്പിന് അഡ്രസ് ഇല്ല. എല്ലാ 13-നും 14-നും 15-നും നോമ്പ് സുന്നത്തുള്ളത് പോലെ ശഅബാനിലെ 13-നും 14-നും 15-നും നോമ്പുണ്ടെന്നതല്ലാതെ ഒരു ബറാത്ത് നോമ്പെന്ന നോമ്പില്ല. അതുപോലെ തന്നെ മിഅ്റാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ധവിശ്വാസം ഈ സമുദായത്തിൽ പലരും പ്രചരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, കേരളക്കരയിൽ അതേ മുസ്ലിമേ, ഒന്ന് പ്രായമുള്ള മനുഷ്യരൊന്ന് ചിന്തിക്ക. നമ്മുടെയൊക്കെ വീടുകളിൽ അതാ പണ്ടൊരു കലണ്ടർ തൂങ്ങിയിരുന്നത് മറന്നോ ഉമ്മ? മറന്നോ ഉപ്പ? ഒരു കലണ്ടറിന്റെ ഓർമ്മയിൽ തെളിയുന്നുണ്ട്. ബറക്കത്തിന് വേണ്ടി ഒരു വർണ്ണ കലണ്ടർ എന്റെ വീട്ടിലും തൂങ്ങിയിരുന്നുകൊണ്ട്. എന്താണ് ആ കലണ്ടറിലെന്നോ? അതേ സുന്ദരിയായ സ്വർണ്ണക്കിരീടം ചൂടിയ സുന്ദരിയായ ഒരു പെണ്ണിന്റെ മുഖം, അതേ മിനുമിനുത്ത ഉടലുള്ള ഒരു കുതിരയുടെ ഉടൽ, വാലുള്ള നല്ല മിനുമിനുത്ത കുതിര. ആ കുതിരക്കഥ നല്ല 2 സ്വർണ്ണ ചിറകുകളും ഫിറ്റ് ചെയ്തിട്ട് അതാ ബുറാഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിന്റെ കൂടെ ഇസ്റാ മിഅ്റാജ് പോയിട്ടുള്ള അതേ ബുറാഖാനിതെന്ന് പറഞ്ഞിട്ട് നേർച്ചപ്പറമ്പുകളിൽ, പൂരപ്പറമ്പുകളിൽ, ഉറൂസിന്റെ വേദികളിൽ, ബുക്ക് സ്റ്റാളുകളിൽ, അതേ പലയിടത്തും ചന്തകളിലും മാർക്കറ്റുകളിലുമൊക്കെ ഈ സചിത്ര കലണ്ടർ വെച്ചിട്ട് അത് ബഹുമാനത്തോടെ വാങ്ങിവെച്ചിട്ട് വീട്ടിലതാ കലണ്ടർ തൂക്കിയിട്ട അതേ ഓർമ്മ മുസ്ലിമേ എവിടെ പോയി? ഇത് മുജാഹിദിന്റെ വീട്ടിലാണോ തൂക്കിയത്? മുജാഹിദാണോ പ്രസിദ്ധീകരിച്ചത്? നിങ്ങൾ തന്നെ പറയാറില്ലേ മുജാഹിദുകൾ പുതിയത് വന്നതാണെന്ന്? നിങ്ങൾ മാത്രമുള്ള ഒരു കാലത്തല്ലേ ഇതൊക്കെ അടിച്ചുവിട്ടത്? അന്നല്ലേ ഇത് പ്രചരിപ്പിച്ചത്? മുജാഹിദ് പ്രസ്ഥാനം വന്നതിന്റെ ശേഷം അതേ ഈ കള്ള ബുറാഖ് നാട് നീങ്ങിയില്ലേ? ഇനി നാളെ വന്നിട്ടാരും പറയേണ്ട, കണ്ടോ മുജാഹിദ് മൗലവി അല്ലാഹുവിന്റെ റസൂലിന്റെ ബുറാഖിന് കള്ള ബുറാഖ് എന്ന് വിളിച്ചു. വികാരം ഇളക്കി വിടാൻ നോക്കണ്ട. ചിലരൊക്കെ മുമ്പൊരു വികാരം ഇളക്കി വിട്ടിട്ട് ക്ലച്ച് പിടിക്കാതെ ഇപ്പോൾ മാളത്തിൽ ഉൾവലിഞ്ഞതാണ്. സന്ദർഭം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. നാദാപുരത്ത് വെച്ച് ഈ ഉള്ളവൻ സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ നാടുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഖബറിന്റെ ചിത്രമുണ്ട്. പണ്ട് ബുറാഖ് തൂങ്ങിക്കളിച്ചിരുന്നത് പോലെ, പണ്ട് ബുറാഖിന്റെ സചിത്ര വർണ്ണ കലണ്ടർ തൂങ്ങിയാടിയിരുന്നത് പോലെ ഇന്ന് പല വീടുകളിലും ഫ്രെയിം ചെയ്യപ്പെട്ട് വെച്ചിട്ടുള്ള ഒരു ചിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറാണെന്നും പറഞ്ഞ് വളരെ ഉയരത്തിൽ കെട്ടിപ്പൊക്കിയിട്ട് വിളക്കും കത്തിച്ച് പ്രത്യേക തലപ്പാവ് കൊണ്ട് ചുറ്റിക്കെട്ടിയിട്ട് ചില പ്രത്യേക മോഡലിലുള്ള
ചില ജാറങ്ങൾ ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജാറമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർനെറ്റിലൂടെയും അതേ പത്രങ്ങൾ വഴിയുമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് കള്ളജാറമാണ് കേട്ടോ. നബി തങ്ങളുടെ ഞങ്ങളുടെ നേതാവിന്റെ ഖബറ് കണ്ട സ്വഹാബത്തൊക്കെ ഞങ്ങളോട് പറഞ്ഞത് അവിടുത്തെ ഖബർ ഒരു ചാണിലപ്പുറം ഉയർന്നിട്ടില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണിലപ്പുറം ഉയരമില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണിലപ്പുറം ഉയരമില്ല. അതിലപ്പുറമുള്ള ചിത്രങ്ങളൊക്കെ അത് കള്ളങ്ങളാണ്, വ്യാജമാണ്. അതുകൊണ്ട് ഈ ജാറം, ഈ ഖബർ ഞങ്ങളുടെ നേതാവിൻ്റെതല്ല, അത് കള്ളജാറമാണ് എന്നു പറഞ്ഞപ്പോൾ ഒരു മുസ്ലിയാർക്ക് വല്ലാത്ത എന്തോ കിട്ടിപ്പോയതുപോലെ എല്ലായിടത്തും പോയി കരഞ്ഞു പറഞ്ഞു, ഈ മൗലവി ആദരവായ നബിതങ്ങൾ അതാ താമസിക്കുന്ന വീടായ അവിടുത്തെ ഖബറിനെ കള്ളജാറമെന്ന് വിളിച്ചില്ലേ? വികാരം വിളക്കി വിടാൻ നോക്കിയിട്ട് ക്ലച്ച് പിടിക്കാതെ ഇപ്പോഴാ ജാറവും കാണുന്നില്ല. സൈറ്റിൽ മറ്റൊരു ജാറവും പ്രചരിപ്പിച്ചിരുന്നു. ആ ജാറവും അതാ ഇന്റർനെറ്റിലെ സൈറ്റുകളിൽ നിന്ന് പൊളിച്ചു മാറ്റിപ്പോയി. ഏതുപോലെ ഈ കള്ളബുറാക്കിന്റെ ചിത്രം നാട് നീങ്ങിയതുപോലെ ഈ കള്ളജാറങ്ങളുടെ ഖബറും നാട് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും വിശ്വസിച്ചോ, ഇസ്ലാമിലെ ഖബർ എന്ന് പറയുന്നത് ഒരു ചാൺ മാത്രമാണ് ഉയരം. അതൊക്കെ നാദാപുരത്ത് വെച്ച് മുസ്ലിയാര് സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഉത്തമെന്ന് പറയും ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളെ നമ്മൾ കൃത്യമായി പടച്ച റബ്ബിന്റെ പ്രമാണങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിന്റെ പേരിലും ബിദ്അത്ത് പ്രചരിപ്പിക്കണ്ട. ബിദ്അത്ത് പ്രചരിപ്പിക്കുന്ന കക്ഷികൾക്ക് നാളെ പരലോകത്ത് സൗഭാഗ്യമില്ല. നബിതങ്ങളുടെ മുമ്പിൽ നിന്ന് അവർക്ക് ഏറ്റവും വലിയ ആട്ടിപ്പായിക്കലാണ് അവർ നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് മിഅ്റാജുമായി ബന്ധപ്പെട്ടുകൊണ്ടും അന്ധവിശ്വാസങ്ങൾ വേണ്ട. വേറെ ചിലർ പറഞ്ഞതെന്താണ്, നബിതങ്ങളെ കൊണ്ടുപോകാൻ ഇത്ര വലിയ വാഹനം, ഇത്ര സ്പീഡുള്ള വാഹനമൊന്നും വേണ്ടതില്ല, പിന്നെ എന്തിനാണ് ഈ ബുറാക്കിനെ നിശ്ചയിച്ചത്? അതേ, അത് നേതാവായ ഞങ്ങളുടെ ശൈഖുന ഉസ്താദ് പിൽക്കാലത്ത് വരുമ്പോ നല്ല സ്പീഡുള്ള വാഹനത്തിൽ പോകാൻ അതേ മുൻകൂട്ടി തന്നെ തെളിവ് വന്നതാണ്. ഇത്രത്തോളം മതപ്പതിച്ചു പോയില്ലേ? ഏതുപോലെ ബദർ യുദ്ധമുണ്ടായത് എന്തിനാണ്? ഞങ്ങൾക്ക് ബദർ മൗലൂദ് കഴിക്കാൻ വേണ്ടിയാണ്, ഞങ്ങൾക്ക് ബദരീങ്ങളെ ആണ്ട് കഴിക്കാൻ തന്നെയാണ് എന്നുപോലും പ്രസംഗിക്കാൻ മനസ്സാക്ഷി കുത്തില്ലാത്ത നേതാക്കന്മാര് സമൂഹത്തിൽ വിരാജിക്കുമ്പോൾ മുസ്ലിമേ, നമ്മുടെ ബാധ്യത എന്താണ്? ഈ സത്യത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ? അതെ, അതിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന, പുറം തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, തെറ്റിദ്ധരിച്ചവർ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. അവരിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയല്ലേ? ആ ബാധ്യത നിർവഹിക്കാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രമിക്കേണ്ടത്. അവിടെ ഒരിക്കലും ബിസിനസ്സിനിറങ്ങുകയല്ല ചെയ്യേണ്ടത്. ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്തും ഇന്ന് ബിസിനസ്സാണ്. സ്വലാത്ത് വലിയ ബിസിനസ്സാണ്. അതേ, ഖബർ സിയാറത്ത് ഒരു ജാറ വ്യവസായം, ഒരു ബിസിനസ്സാണ്. ദുആയിരന്ന് കൊടുക്കാൻ ഒരു മുസ്ലിയാർ പറയുന്നുണ്ട്, അതെ 5000 റുപ്യ തന്നാൽ നിങ്ങൾക്കും ദുആയിരന്ന് തരും. 5000 റുപ്യ തന്നാൽ നിങ്ങൾക്കും ദുആയിരന്ന് തരും ഉസ്താദ്. ഒരു ഉസ്താദിനെ സ്റ്റേജിലിരുത്തിയിട്ട് ഒരു മുസ്ലിയാർ പ്രസംഗിക്കുക, ഈ ഉസ്താദ് നിങ്ങൾക്കും ദുആയിരന്ന് തരും, പ്രശ്നമൊന്നുമില്ല, ആരും പേടിക്കേണ്ടത്. 5000 റുപ്യ കൊടുത്താൽ ഒരു 5000 25,000 വിളിച്ചു പറഞ്ഞാൽ ഇങ്ങൾക്കും വേണ്ടി ഉസ്താദ് ദുആയിരന്ന് തരും. ഒരു ദുആയുടെ വിലയും കേട്ടോ. ദുആയിരക്കാനാണ് ഈ ചാർജ്. അതേ, സ്വലാത്തിന് ചാർജ്. സ്വലാത്ത് കാശുണ്ടാക്കാൻ വേണ്ടി ചൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനും റെഡിമെയ്ഡ് മറുപടി. എന്താ? ഏത് ഇബാദത്തും ആളുകൾ കാണാൻ വേണ്ടി ചെയ്ത ബാത്തില. എന്നാലോ സ്വലാത്ത് അങ്ങനെയല്ല. സ്വലാത്ത് ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് പേര് കിട്ടാൻ വേണ്ടിയും ചൊല്ല, കാശ് കിട്ടാൻ വേണ്ടിയും ചൊല്ല, എന്ത് ഭൗതിക നേട്ടത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും അതിന് കൂലിയുണ്ട്. ഈ സമുദായത്തോട് പറയുന്ന പുരോഹിതന്മാരുടെ ചെറിൽ നിന്ന് ഈ സമുദായത്തെ കാത്ത് രക്ഷിക്കേണ്ട ബാധ്യത പ്രിയപ്പെട്ട മുസ്ലിമേ നമുക്കെല്ലാവർക്കും ഇല്ലേ? ഇതാരോടെങ്കിലും വാശി തീർക്കാനാണോ? ആരോടെങ്കിലും പ്രശ്നമുണ്ടാക്കാനാണോ? പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയേണ്ടതില്ലേ? ഇന്നെല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞില്ലേ? സനദില്ലാതെ പറ്റില്ല എന്ന് മുടിപ്രശ്നം വന്നപ്പോഴെങ്കിലും ആളുകൾ മനസ്സിലാക്കിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാന്നും പറഞ്ഞിട്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഇപ്പൊ ധാരാളം എല്ലാ ആളുകൾക്കും അറിയാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയല്ല അത് എന്ന്. ഏത് കുട്ടിയെ ഉറക്കത്തിൽ വിളിച്ചോണ്ടിട്ട് ഫോട്ടോ കാണിച്ചു കൊടുത്താലും കുട്ടി പറയും, ഇത് നമ്മളെ മുത്തുനബിയുടെ മുടിയൊന്നല്ല, ഇതേതോ സന്യാസിയുടെ മുടിയാണ് എന്നെല്ലാവർക്കും ബോധ്യ.
പോവുകയാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് സമൂഹത്തിൽ പറഞ്ഞത്. ഒരു വിഭാഗം പറഞ്ഞു ഇത് കത്തിക്കണം. നമ്മൾ ചെറുശ്ശേരി ജൈനതി മുസ്ലിയാർ പറഞ്ഞു നമുക്ക് പരിശോധിക്കുക, അതുകൊണ്ട് എന്ത് ചെയ്യുക, അള്ളാന്റെ റസൂലിന്റെ മുടിയാണ് ഈ കത്തൂല, നമ്മളൊന്ന് തീപ്പെട്ടിക്കൊള്ളി ചെലവാക്കി വെക്കും, ഒന്നാണ് കത്തിച്ചു വെക്കാൻ. അപ്പൊ മറ്റൊരു പറയണ എന്താ, അത് രാമസംസ്കാരാണ്, തീ കൊണ്ട് ശുദ്ധീകരണം. മനസ്സിലാക്കണം എന്താ കഥ. നല്ല രസമുള്ള കഥയാണ്. സമയം വൈകിയില്ലാന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരല്പം കൂടി ഒന്ന് വായിക്കാം, നിങ്ങളത് കേട്ടോളി. ഒരു രാമസംസ്കാരം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ രാമന്റെ സംസ്കാരം കേട്ടോളൂ. ഞാനതൊന്ന് ഒരല്പനേരം ഒന്ന് വായിക്കാം, കുറഞ്ഞ ഭാഗം. ഇത് ഒരു DNA സുന്നി എന്നാണ് ഹെഡിങ്. DNA ടെസ്റ്റിന് വിധേയമാക്കണം എന്ന് പറഞ്ഞതിനെ പറ്റിയാണ്. ഇത് കേട്ടോളൂ. രാവണൻ ലങ്കയിലേക്ക് കട്ടുകൊണ്ടുപോയ സീതാദേവിയെ വീണ്ടെടുത്ത് കൊണ്ടുവന്നപ്പോൾ രാവണൻ സീതയിൽ വല്ല ഇടപാടും നടത്തിയോ എന്ന് രാമന് സംശയം. സീത ആണയിട്ട് പറഞ്ഞിട്ടും രാമന് വിശ്വാസമായില്ല. ഒടുവിൽ ജ്വലിക്കുന്ന തീയിലൂടെ നടന്ന് സീത അഗ്നിശുദ്ധി വരുത്തി ചാരിത്ര്യം തെളിയിച്ചു എന്ന് രാമായണ കഥ. ഒരു സംശയം ചോദിക്കുകയാണ്. ചേളാരി സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി മുസ്ലിയാർക്ക് ഹൈന്ദവ വിശ്വാസവും ഉണ്ടോ? അഗ്നിശുദ്ധിയിലൂടെ ഷൈർ മുബാറക്കിന്റെ വിശ്വാസ്യത തെളിയിക്കണമെന്ന രാമസിദ്ധാന്തമാണ് മുസ്ലിയാര് ചെമ്മാട് സമ്മേളനത്തിൽ ഉന്നയിച്ചത്. അപ്പൊ അപ്പുറത്ത് രാമന്റെ സംസ്കാരമാണ് എന്നാണ് ഇപ്പുറത്തെ മൂല്യന്മാർ പറയുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം. ഞങ്ങൾക്കൊരു കാര്യം പറയാണ്ട് രണ്ടു കൂട്ടരെടുത്തും ഇസ്ലാമിന്റെ സംസ്കാരമില്ല. അത് രാമന്റേതാണോ രാവണന്റേതാണോ അത് ഞങ്ങൾക്കറിയില്ല. യഥാർത്ഥമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ നമ്മൾ വരും. ഇതെഴുതിയ സിറാജിലാണെങ്കിൽ ഇതേ വിഭാഗം തന്നെയാണ് പറഞ്ഞതെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി കത്തിച്ചാൽ കത്തൂല, അതുകൊണ്ടത് പരീക്ഷിക്കാൻ വേണ്ടി കത്തിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സുന്നി വോയിസിൽ തന്നെയും പറയുന്നു. നിഴലില്ല, സൂര്യന്റെ നേരെ പിടിച്ചപ്പോൾ നേരില്ല എന്നെഴുതി. ഇപ്പൊ പറയുന്നു ആരാ പറഞ്ഞൊരു നേരില്ല, ആരാ പറഞ്ഞൊരു നേരില്ല, നബിതങ്ങളുടെ മുടിക്കും നേരുണ്ട്, പച്ചയായിട്ട് ഇവരിപ്പോൾ എഴുതി വിടുന്നു. തർക്കം ഇപ്പോഴും മൂത്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇതിനിടയിൽ ഒരു കാര്യം വീണ് കിട്ടിയിരിക്കുന്നു. അതെന്താ? ഒരു കാര്യം വീണ് കിട്ടിയിരിക്കുന്നു. ഇസ്ലാമിന്റെ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കണമെങ്കിൽ, ആചരിക്കണമെങ്കിൽ നബിതങ്ങളിൽ നിന്ന് ആര് കേട്ടു, അവിടെ നിന്ന് ആര് കേട്ടോ, അവിടെ നിന്ന് ആര് കേട്ടോ എന്നിങ്ങനെ സിഖത്തന്നൻ സിഖത്തിൻ, വിശ്വസ്തരായ ആളുകളിൽ നിന്ന് വിശ്വസ്തരായ ആളുകൾ കേട്ട് അങ്ങനെ പരമ്പര മുറിയാതെ വളരെ കൃത്യമായ നിലക്ക് നമുക്ക് കിട്ടിയാലല്ലാതെ ഒരു കാര്യം ഇസ്ലാമിൽ പ്രമാണമല്ല. മുജാഹിദുകൾ ഇത് കൊല്ലങ്ങളോളമായി അധ്വാനിച്ച് പ്രസംഗിക്കുന്നു. ഇന്ന് വരെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് ഇപ്പോൾ ഒരു മുടിനാര് പിടിച്ച പുലിവാല് കൊണ്ട്, അതേ നയര് പിടിച്ച പുലിവാലെന്ന് പറഞ്ഞതുപോലെ കാന്തപുരം പിടിച്ച മുടിനാര് കൊണ്ട് ആകെ കുഴഞ്ഞപ്പോഴെങ്കിലും ആളുകൾക്ക് ബോധ്യമായി സനദവിടെ, സനദവിടെ. അതേ നാദാപുരത്ത് വെച്ചൊരിക്കൽ സനദവിടെ, റിപ്പോർട്ട് എവിടെ എന്ന് ചോദിച്ചതിന്റെ പേരിൽ അത് തന്നെ ഒരു ക്ലിപ്പാക്കിയിട്ടാണ് അവിടെ പ്രസംഗിച്ചിരുന്നത് മറുപക്ഷത്തുള്ള മുസ്ലിയാര്. സനദവിടെ, റിപ്പോർട്ട് എവിടെ, സനദവിടെ. ഇന്നിപ്പോൾ അവർക്ക് തന്നെ ബോധ്യമാണ് സനത് വേണം, സനത് വേണം, സനത് വേണം. എല്ലാവരും പഠിച്ചു വെച്ചപ്പോ ഇപ്പൊ എല്ലാവർക്കും അറിയാം. എല്ലാവരും ചോദിക്കും സനതുണ്ടോ? എന്തെങ്കിലും ഒരു മുസ്ലിയാർ ഇസ്ലാമിന്റെ ഒരു കാര്യം കൊണ്ട് ഇങ്ങോട്ട് വന്നാ ചോറ് കൊടുക്കണം ഉമ്മയും ചോദിക്കും സനതുണ്ടോ, സനതുണ്ടോ എന്ന് ചോദിക്കും. അവിടേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ സനത് ചോദിക്കൽ ഇസ്ലാമിന്റെ കാര്യമാണ്. പക്ഷെ അതിനെയൊക്കെ നേരിട്ടത് എങ്ങനെയാണ്? അതിനെ നേരിട്ടത് അവസാനം അതിപ്പോ ആസ്പത്രിയിൽ പ്രസവിച്ച കുട്ടിനെ നേഴ്സ് കൊണ്ടുവന്ന് തന്നാൽ നമ്മളാണ്ട് സ്വീകരിക്കലല്ലേ? നേഴ്സ് തഹജ്ജുദ് നിസ്കരിക്കണ നമ്മൾ കണ്ടീണോ? മുത്തഖിയാന്നൊക്കെ നോക്കലുണ്ടോ? പറഞ്ഞാണ്ട് വിശ്വസിക്കലല്ലേ? അതിനപ്പുറത്തെ മൗലിയർ കൊടുത്ത മറുപടിയാണെന്ത്? ഞങ്ങൾക്കൊന്നും ഞങ്ങളെ കുട്ടിനെ തെറ്റിയിട്ടില്ല. ടി മുസ്ലിയാരുടെ കുട്ടിയെ തെറ്റിയെങ്കിൽ മക്കളെയൊക്കെ ഒന്ന് DNA ടെസ്റ്റിന് വിധേയനാക്കണം എന്ന് അപ്പുറത്തെ മുസ്ലിയാർ ഇപ്പുറത്തെ മുസ്ലിയാരോട്. നമ്മളിതൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. ഇതിന്റെ ഇടയിൽ എന്താ വീണ് കിട്ടുന്നത് എന്നറിയോ? തൗഹീദിലേക്കുള്ള ഓരോ ചൂണ്ടുപലകകളും ഇവരിങ്ങനെ തരികയാണ്. പണ്ടെന്താ പറഞ്ഞത്? പണ്ട് കത്തനാരി പറഞ്ഞത് ക്രിസ്ത്യാനിക്ക് വേദെന്ന് പറഞ്ഞ മാതിരി മോലിയരാണ് പറഞ്ഞാ തൊള്ള മതിയായിരുന്നു തെളിവ്. ഇന്നത് പറ്റൂല. ഇന്ന് മോലിയർ പറഞ്ഞാ തൊള്ള ചോരാ, തെളിവെവിടെ, സനതെവിടെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അതാണ് മുടിയാട്ടക്കഥയിലെ അവസാനത്തെ പ്രത്യേകമായ അവസ്ഥ. അവിടെ എത്തി നിൽക്കുന്നത്.
അവിടെയാണ് എത്തി നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു ആദരവ് കമ്മിയില്ല. അവിടുത്തെ എല്ലാത്തിനോടും ബഹുമാനമാണ്. അവിടുത്തെ സഹാബിമാര് ആദരിച്ചു, ബഹുമാനിച്ചു. ഇന്ന സാധനം കിട്ടാനില്ല, ഇല്ല. ലോകത്തെവിടെയും അത് സനതോടുകൂടെ. മുടി മാത്രമല്ല അവരുടെ കയ്യിലുള്ളത്, തലപ്പാവുണ്ട്, ജുബ്ബയുണ്ട്, വാളുണ്ട്, വടിയുണ്ട്, പലതുണ്ട് ഇവരുടെ കയ്യിൽ. ഇറക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു നാര് മുടി കൊണ്ടിതാണ് പൊല്ലാപ്പെങ്കിൽ തലപ്പാവ് ഇറക്കിയ എവിടെ പൊല്ലാപ്പ് അവസാനിക്കുക? ജുബ്ബയും കൂടിയാണെങ്കിൽ നീളെത്രയായിരിക്കും പൊല്ലാപ്പിന്? വടിയാണെങ്കിൽ എത്ര തല്ല് കിട്ടേണ്ടി വരും? അതുകൊണ്ടൊക്കെ വാളാണെങ്കിലോ പറയും വേണ്ട. അതുകൊണ്ട് വാളും കുന്തവും വടിയും ജുബ്ബയും തലക്കെട്ടൊന്നും ഇങ്ങോട്ട് ഇറക്കിയിട്ടില്ല. ഇങ്ങോട്ട് ഇറക്കിയതൊരു കഷ്ടം മാത്രം. അതോ അത് അവിടെയുള്ള 2 കെട്ട് 5 കെട്ട് എന്നൊക്കെ പല ഇഖ്തിലാഫും അവർക്കിടയിലുണ്ട്. അങ്ങനെയുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് വേദന ഉണ്ട്, നിങ്ങൾ മുടിക്കച്ചോടോ എന്തും നടത്തിക്കോ, പക്ഷെ ഹബീബായ ഞങ്ങളുടെ റസൂലുള്ളാഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നിങ്ങൾ ബിസിനസ് നടത്തരുതേ ദയവായി. നിങ്ങൾക്ക് എന്തെല്ലാം മാർക്കറ്റിംഗ് ഇവിടെ ലോകത്തുണ്ട്, എന്തെല്ലാം സാധനങ്ങൾ ഈ മാർക്കറ്റിലുണ്ട്. ഈ കേരളത്തിലെ സുന്നി മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞ നല്ലൊരു ചന്തയാണ് നല്ലേ അബ്ദുൽ ഹക്കീം അസ്ഹരി എന്ന കാന്തപുരത്തിന്റെ മോൻ തന്നെ എഴുതിയത്. ആ ചന്തയിൽ നിങ്ങൾ എന്തും വിറ്റോ, ആദരവായ ഹബീബിന്റെ മുടി വിൽക്കരുത്, അവിടുത്തെ വിയർപ്പ് വിൽക്കരുത്, അവിടുത്തേതാണെന്ന് പറഞ്ഞിട്ടൊന്നും വിൽക്കരുത്. അവിടുത്തേതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വാക്കുദ്ധരിച്ചാൽ, ഒരു പ്രവൃത്തി ഉദ്ധരിച്ചാൽ, ഒരു അംഗീകാരം ഉദ്ധരിച്ചാൽ, ഒരു ആസാറ് കൊണ്ടുവന്നാൽ മുസ്ലിം ലോകം ഒന്നടങ്കം ചോദിക്കും, ഐനൽ ഇസ്നാദ്, സനദെവിടെ? സനദെവിടെ? മുസ്ലിം ലോകം അങ്ങോട്ടെത്തുകയാണ്. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക, ഇസ്ലാം എന്ന് പറയുന്നത് സുന്ദരമായ ദീനാണ്. ആ ദീനിനെ വികലമാക്കിയവരൊക്കെ പരാജയപ്പെടും. ദീനെന്നും ജാജ്വല്യമാനമായി തെളിഞ്ഞു നിൽക്കും. അത് അല്ലാഹുവിന്റെ ദീനാണ്. അതിൽ വൈകല്യം വരുത്തുന്നവന് പരാജയപ്പെടും എന്നതല്ലാതെ ഈ പ്രകാശത്തെ വായ കൊണ്ട് ഊരിക്കെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഇസ്ലാമികമായ ആദർശം എന്ന് പറയുന്നത് ആ ആദർശത്തിന് ശരിയായി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന, അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ശരിയായ രീതിയിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള അറിവാണ് നമുക്ക് വേണ്ടത്. അറിവ് നേടാൻ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന മാർഗമാണ്. അതേ എല്ലാ ആളുകളും പങ്കെടുക്കൽ, അതേ അനിവാര്യമായും പങ്കെടുക്കേണ്ടുന്ന. കച്ചവടക്കാരൻ അവന്റെ കച്ചവടം നിർത്തിവെച്ചോളണം. അതേ ബാങ്ക് കൊടുത്തിട്ട് കച്ചവടം ചെയ്യാൻ പോലും പാടില്ലെന്ന് പറഞ്ഞ വെള്ളിയാഴ്ച ജുമാക്ക് അതേ ഈ നാട്ടിൽ സൗകര്യമില്ലേ? ഇവിടെയുള്ള പണ്ഡിതന്മാർ അതേ ഖുത്ബ നിർവഹിക്കുമ്പോൾ എന്തൊരനുഭൂതിയിലാണ് ആളുകൾ പിരിഞ്ഞു പോകുന്നത്. അതേ വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സ്വഹാബത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുത്തത് ജുമാ ഖുത്ബയിലൂടെയാണ്. നബി തങ്ങളുടെ കാലത്ത് അറബിയല്ലാത്ത ഭാഷയിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ഖുത്ബ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സഹോദരന്മാരുണ്ട്. വിനയത്തോടെ ചോദിക്കട്ടെ, ഭാഷയല്ല പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഏതെങ്കിലും ഒരു ഖുത്ബ അതേ മനസ്സിലാകാതെ ജനം പോയിട്ടുണ്ടെന്ന് പറയാൻ ആർക്കെങ്കിലും സാധ്യമാണോ? അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾക്ക് ദീന് പഠിക്കണോ, ഇസ്ലാമിന്റെ വിശ്വാസം പഠിക്കണോ, നിസ്കാരം പഠിക്കണോ, നോമ്പ് പഠിക്കണോ, ഹജ്ജ് പഠിക്കണോ, ഇസ്ലാമിന്റെ അഖീദകളും ഇബാദത്തുകളും മുആമലാത്തുകളും അതേ ഏതെല്ലാം കാര്യങ്ങൾ പഠിക്കണോ, നമുക്കുള്ള അവസരമാണ് ജുമാ ഖുത്ബ. അതേ സഹോദരിമാർക്കും ഇസ്ലാം അനുവാദം തന്നതല്ലേ പെണ്ണ് പള്ളിയിൽ പോകുന്നത് ഹറാമാണെന്ന ഫത്വ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും പക്ഷേ പലപ്പോഴും അതാ പറയാൻ ധൈര്യമില്ലാതെ വ്യവസ്ഥകളുടെ സന്ദർഭത്തിലൊക്കെ കൃത്യമായി അതങ്ങ് പറയാൻ സാധിക്കാതെ പലരും കുഴങ്ങുന്നത് കാണാറില്ലേ? ചിന്തിക്കൂ മുസ്ലിമേ, അതേ ഏറ്റവും പ്രധാനപ്പെട്ട 3 പള്ളികളിലും അന്ന് മുതൽ ഇന്ന് വരെ സ്ത്രീകൾ ജുമാക്കില്ലേ, സ്ത്രീകൾ പങ്കെടുക്കുന്നില്ലേ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരെക്കാൾ ഉത്തമരായ വനിതകൾ ആരാണ്? അവിടുത്തെ സ്വഹാബ വനിതകൾ ഉത്തമകളല്ലേ? കുന്ന നിസാഉൽ മുഅ്മിനാത്തി യസ്ഹദുന മാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്രി മുതലഫിയാത്തിൻ ബിമുറൂതിഹിന്ന വയൻഖലിബുന ഇലാ ബുയൂതിഹിന്ന യഖ്ദീന الصلاة ولا يعرفهن أحد من الغلس. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതേ സ്വഹാബാക്കളുടെ ഭാര്യമാര് സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളതാ ഇരുട്ടുള്ള നേരത്ത് പോലും നബി തങ്ങളുടെ പിന്നിൽ നിസ്കരിക്കാൻ മദീന പള്ളിയിൽ വരുന്നു.
നിസ്കാരം കഴിഞ്ഞ് ഇരുട്ടുമായുന്നതിന്റെ മുമ്പേ ആ പെണ്ണുങ്ങൾ വീട് പിടിക്കുന്നു, വീട്ടിലേക്ക് പോകുന്നു. നബിതങ്ങളുടെ ഹയാത്ത് കാലത്ത് അവിടുന്ന് ഒരു പെണ്ണിനോടും ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞിട്ട് പോലും അവിടുത്തെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാർ, അതേ മദീനത്തെ പള്ളിയിൽ നബിതങ്ങളുടെ വഫാത്തിന്റെ ശേഷവും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര്, റസൂലുള്ളാഹിയുടെ ഭാര്യമാര് ഒരു നേരത്തെ നിസ്കാരത്തിന് മാത്രമല്ല, 5 നേരത്തെ നിസ്കാരത്തിന് മാത്രമല്ല, അതേ 10 ദിവസം നീണ്ടു നിൽക്കുന്ന നിലക്ക് റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഇഴ്തികാഫ് പതിവുണ്ട്. പള്ളിയിൽ തന്നെ താമസിച്ച് ഇഴ്തികാഫിരിക്കലല്ലേ ഇഴ്തികാഫ്, അതിന് പോലും പോയിട്ടുണ്ട് നമ്മുടെ ഉമ്മമാരെങ്കിൽ ആ ഉമ്മമാരൊക്കെ നരകത്തിലാണോ? ആ ഉമ്മമാർക്ക് ആയത്ത് തിരിഞ്ഞില്ലേ? ആ ഉമ്മമാർക്ക് ഹിജാബിന്റെ ആയത്ത് മനസ്സിലായില്ലേ? ആ ഉമ്മമാർക്ക് ഉമ്മുഹമ്മദിനി സായിദിയുടെ ഹദീസ് മനസ്സിലായില്ലേ? അവർക്കൊന്നും മനസ്സിലാകാത്തവർ ദീന് ഈ സമുദായത്തിൽ പിന്നെ ആർക്കാ തിരിഞ്ഞത്? അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, ദീന് പഠിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തണ്ട. ഖുതുബ കേട്ടോളൂ, ഖുർആൻ പഠിച്ചോളൂ, ഹദീസ് പഠിച്ചോ. അവസരം കിട്ടുമ്പോഴൊക്കെ ദീന് പഠിച്ചോളൂ. ദീനാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവാണ് നമുക്ക് വേണ്ടത്. ആ അറിവുണ്ടെങ്കിലേ കുറ്റമറ്റ നിലക്ക് അമല് ചെയ്യാൻ കഴിയൂ. കുറ്റമറ്റ നിലക്ക് അമല് ചെയ്താലേ ശാന്തിയുടെ നികേതനമായ സ്വർഗത്തിലെത്തൂ. അതിന് പണിയെടുക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതാണ് എനിക്ക് ഈ അവസരത്തിൽ ഉണർത്തുവാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നമ്മുടെ ശരിയായ വിജ്ഞാനത്തിന് കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ശരിയായ നിലയ്ക്ക് നാം ജീവിക്കണം, പഠിക്കണം. ആര് പരിഹസിച്ചാലും കളിയാക്കിയാലും അല്ലാഹുവേ നീയാണെല്ലാം അറിയുന്നവൻ എന്ന നിലയ്ക്ക് അവനിൽ തവക്കുലാക്കിയാൽ അവൻ നമ്മെ സഹായിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നാം എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഈമാൻ, ഹിദായത്ത് നിലനിന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമുക്ക് അല്ലാഹുവിനോടേ പറയാനുള്ളൂ. നമ്മുടെ എത്രയോ വേണ്ടപ്പെട്ട ആളുകൾ ഹോസ്പിറ്റലുകളിലാണ്, രോഗികളായിട്ടുണ്ട്. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ഏത് വിധത്തിലുള്ള പ്രതിസന്ധിയിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പടച്ചതമ്പുരാന്റെ കൃത്യമായ ആ പ്രീതി ഓർത്തുകൊണ്ട് അതിൽ നിലനിന്നുകൊണ്ട് ആ മാർഗത്തിൽ, പ്രബോധനങ്ങളുടെ മാർഗത്തിൽ ത്യാഗം സഹിക്കേണ്ടി വന്നാൽ ത്യാഗം സഹിച്ചുകൊണ്ട് ഈ സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുവാനുള്ള ഏത് പ്രവൃത്തിയിൽ എങ്ങനെയാണ് എനിക്ക് ഭാഗഭാക്കാകാൻ കഴിയുക എങ്കിൽ വിനീതമായ നിലക്കുള്ള എല്ലാ ഇടപെടലുകളും നടത്തിക്കൊണ്ട് ഈ സത്യത്തിന്റെ സന്ദേശത്തിന്റെ പ്രചാരകരും പ്രബോധകരുമായി തീരാൻ സർവശക്തനായ നാഥൻ സഹോദരീ സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും തൗഫീഖ് കനിഞ്ഞരുളി തരുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധിയിലും നാഥൻ തുണയാകുമാറാകട്ടെ. എല്ലാവിധ പ്രശ്നങ്ങളിലും നാഥൻ നമുക്ക് സഹായിയാകുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ പ്രവാചകന്മാർ, നിന്റെ ശുഹദാക്കൾ, നിന്റെ സിദ്ദീഖീങ്ങൾ, നിന്റെ സാലിഹീങ്ങൾ അവർ ചെന്നു ചേരുന്ന സ്വർഗീയ ലോകത്ത് നീ ഞങ്ങളെയും സന്തോഷത്തോടെ ഒരുമിച്ച് കൂട്ടേണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ, എല്ലാവിധത്തിലുള്ള പാപമോചനത്തിനും അർഹരായ ആയിരക്കണക്കിന് ആളുകൾ അവരാരൊക്കെയെന്ന് നീ അറിയുന്നവനാണ്. അല്ലാഹുവേ, നീ അവരുടെ ഖബറുകൾ സന്തോഷത്തിലാക്കേണമേ നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ ശാന്തിയുടെ കേന്ദ്രമായ ദാറുസ്സലാമിൽ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് ചേർക്കേണമേ നാഥ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.